ഇത് വല്ലാത്ത വിഹിതം വെപ്പാണല്ലോ എന്ന് അല്ലാഹു തആല പറയുന്ന ആ ആയത്തിന്റെ ബാക്കി ഭാഗം ഓതിയാൽ അറിയാം ലാത്ത് പെണ്ണാണ്. അഫറഅയ്തുമുല്ലാത്ത്. പക്ഷേ ഒരു ഖിറാഅത്തുണ്ട് അവിടെ, അഫറഅയ്തുമുല്ലാത്ത, അല്ലാത്ത, ലത്ത എന്ന് പോയിട്ട് അല്ലാത്ത. ആ മുശദ്ദദായ ഖിറാഅത്ത് പ്രകാരം അല്ലാത്ത എന്നാണോ ഓതുന്നത്? അപ്പോ അതനുസരിച്ചിട്ട് ഹാജിമാർക്ക് പൊടിച്ചു കൊടുത്തിരുന്ന, റവ പൊടിച്ചു കൊടുത്തിരുന്ന, ഹാജിമാർക്ക് വസ്തുക്കൾ പൊടിച്ചു കൊടുത്തിരുന്ന, കുടിക്കേണ്ട വസ്തുക്കളും ഭക്ഷണങ്ങളും തയ്യാറാക്കി കൊടുത്തിരുന്ന ഒരു നല്ല മനുഷ്യന്റെ പേരായിരുന്നു ലാത്ത്. ആ ലാത്ത എന്ന് പറയുമ്പോൾ വസ്ഫ, അല്ലാത്ത, പൊടിച്ചു കൊടുക്കുന്ന അവനെ, പൊടിച്ചു കൊടുക്കുന്ന ആ നല്ല മനുഷ്യന്റെ പേരിൽ സ്ഥാപിക്കപ്പെട്ട വിഗ്രഹത്തെ. അങ്ങനെ വരുമ്പോൾ ലാത്ത വിഗ്രഹമാണ്. പക്ഷെ അല്ലാത്ത് എന്ന് പറയുന്ന ആ താക്ക് ശദ്ദിട്ട് മുശദ്ദദായ താ, പൊടിച്ചു കൊടുക്കുന്നവനായ ദൈവം, പൊടിച്ചു കൊടുക്കുന്നവനായ ആളുടെ പേരിൽ നിങ്ങൾ സ്ഥാപിച്ചിട്ടുള്ള ദൈവം എന്ന അർത്ഥത്തിലാണ് അല്ലാത്ത എന്ന ഖിറാഅത്ത് പ്രകാരം. നമ്മളിവിടെ ഓടുന്നത് അഫറായിത്തുമുല്ലാത്ത വല്ലുസാന. അഫറായിത്തുമുല്ലാത്ത വല്ലുസ എന്ന് പറഞ്ഞാൽ ലാത്ത ദേവി തന്നെയാ, അല്ല എന്ന് പറഞ്ഞതിൽ താ കടന്ന അല്ലാത്തുന്നാണത്. ഈ ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ ദൈവങ്ങളായി സ്ഥാപിക്കപ്പെട്ടിരുന്ന പ്രതിഷ്ഠകൾ വെച്ചിട്ടുള്ള ക്ഷേത്രങ്ങളായിരുന്നു. ഈ ക്ഷേത്രങ്ങളെ പൊളിച്ച് അള്ളാഹുവിൻ്റെ റസൂല് പറഞ്ഞയച്ചതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായ ചരിത്രം ആലോചിച്ചാൽ പൈശാചികമായ ദുർഭൂതങ്ങളെ കുടിയിരുത്തപ്പെട്ട ക്ഷേത്രങ്ങളായിരുന്നു ഇവ എന്ന് മനസ്സിലാക്കാം. ആ പിശാചുക്കളാണ് അതിനു മുൻപിൽ പൂജിക്കുന്ന ആളുകളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്നത്, അതിനു മുൻപിൽ പൂജിച്ചിരുന്ന ആളുകൾക്ക് പലതും നൽകിയിരുന്നത്, അതിനു മുൻപിൽ പൂജിച്ചിരുന്ന ആളുകളെ താൽക്കാലികമായി സംതൃപ്തി നൽകിയിരുന്നത് ഇത്തരം പിശാചുകളാണ്. ഈ പിശാചുക്കളുടെ കൂടാരങ്ങളായിട്ടുള്ള ഒരുപാട് ക്ഷേത്രങ്ങൾ, വദ്, സുവാഇ തുടങ്ങിയിട്ടുള്ള നൂഹ് നബിയുടെ ജനതയിലുണ്ടായിരുന്ന പേരിൽ അറിയപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളും പുറമേ കുറെ പലരും സ്ഥാപിച്ചപ്പെട്ടിട്ടുള്ള വിഗ്രഹങ്ങളും വന്നുണ്ടായിരുന്നു. ഇബ്നു ഇസ്ഹാഖ് എന്നവർ പറയുന്നു, വത്തഖദ അഹ്ലു കുല്ലി ദാരിൻ ഫീ ദാരിഹിം സ്വനമാ എന്ന് വേണ്ട, ഓരോരുത്തൻ്റെയും വീട്ടിൽ ഓരോ ദൈവങ്ങളുണ്ടായിരുന്നു. യഅ്ബുദൂനഹു, ആ വിഗ്രഹങ്ങൾക്ക് അവർ ആ വീട്ടുകാർ ഇബാദത്ത് ചെയ്യും. ഫഇദാ അറാദ അർറജുലു മിൻഹും സഫറൻ, അവരിൽപ്പെട്ട ആരെങ്കിലും വല്ല യാത്രയും ഉദ്ദേശിച്ചാൽ തമസ്സഹ ബിഹി, ആ വീടിൽ സ്ഥാപിച്ച ദൈവത്തിങ്കൽ പോയി തൊട്ടു തുടച്ച് ആശീർവാദം വാങ്ങും. ഹീന യർക്കബു, അയാൾ വാഹനപ്പുറത്തേറുമ്പോൾ ഫകാന ദാലിക ആഖിറ മാ യസ്നഉ ഹീന യതവജ്ജഹു ഇലാ സഫരിഹി, യാത്ര പോകാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ അവസാനം ചെയ്യുന്നത് ഈ വിഗ്രഹത്തിങ്കൽ ചെന്നുകൊണ്ട് തൊട്ടു തുടച്ച് ആശീർവാദം നേടലായിരുന്നു. വഇദാ ഖദിമ മിൻ സഫരിഹി, യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തിയാലും തമസ്സഹ ബിഹി, ഈ വീട്ടിൽ സ്ഥാപിച്ചിട്ടുള്ള കുടിദൈവം, ഈ കുടിദൈവത്തിങ്കലെത്തിയിട്ട് അതിനെ തൊട്ട് പൂജിച്ചുകൊണ്ടിരിക്കും. ഫകാന ദാലിക അവ്വല മാ യബ്ദഉ ബിഹി ഖബ്ല അൻ യദ്ഖുല അലാ അഹ്ലിഹി, വീട്ടുകാരെ പിന്നെ കാണുള്ളൂ, വീട്ടുകാരെ കാണും മുൻപ് ചെയ്യുന്നത് ഈ വിഗ്രഹത്തിനുള്ള പൂജയായിരിക്കും. ഇങ്ങനെ വീട്ടിനകത്ത് ഓരോരോ വീട്ടുകാർക്കും ഓരോരോ ദൈവങ്ങൾ. ഇவ்விധം ദൈവങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല, നിങ്ങളുടെ ഈ ആയിരക്കണക്കിന് ഇലാഹുകളൊന്നും ഇലാഹല്ല എന്ന വാക്യവുമായി അല്ലാഹുവിൻ്റെ റസൂൽ അവതരിക്കുന്നത്. ഇബ്നു ഇസ്ഹാഖ് തന്നെ പറയുന്നു, ഫലമ്മാ ബഅസല്ലാഹു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബിയെ തൗഹീദുമായിട്ട് അല്ലാഹു അയച്ചപ്പോൾ ഖാലത്തു ഖുറൈശ്, ഇതുകൊണ്ടാണ് ഖുറൈശികൾ പറഞ്ഞത്, അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇവനെന്ത് മടയൻ, ഈ കണ്ടുകാണക്കപ്പെട്ട ആയിരക്കണക്കിന് ദൈവങ്ങൾ, പ്രത്യേകം പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടുള്ള ബിംബങ്ങൾ ഓരോരോ സ്ഥലത്ത്, ക്ഷേത്രങ്ങൾ ഓരോരോ പ്രതിഷ്ഠകളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ടോ പല സ്ഥലത്ത്, അവനവന്റെ വീട്ടിൽ ഓരോരുത്തർക്കും കുടിദൈവങ്ങൾ. ഈ കണ്ട ഇലാഹുകളെ എല്ലാം ഒറ്റ ഇലാഹാക്കുകയോ ഇവൻ? ഈ കണ്ട ഇലാഹുകൾക്ക് മുഴുവൻ ചെയ്തു തീർക്കാനുള്ള ജോലികൾ ഒറ്റ ഇലാഹിനെ ഏൽപ്പിക്കുകയോ ഒരു ഇലാഹ് മാത്രം അത് ചെയ്തു തീർക്കുകയോ? ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്, ഇത് കൗതുകമുള്ള വാർത്തയാണല്ലോ, കേൾക്കാൻ കൗതുകമുള്ള വാർത്ത. ഈ കണ്ട ദൈവങ്ങൾ മുഴുവനും കൂടി കാര്യങ്ങൾ നടത്താൻ തിരിഞ്ഞിട്ട് തന്നെ ഞങ്ങളുടെ കാര്യങ്ങൾ നടക്കുന്നില്ല, ബാക്കിയാണ്, ഉദ്ദേശങ്ങൾ നിവൃത്തിയാകുന്നില്ല, ഇനിയും ബാക്കി.
ഇവരൊക്കെ കൂടി ചെയ്യേണ്ട ജോലി ഇവൻ ഒരു ഇലാഹിന് മാത്രം കൊടുത്താൽ പിന്നെ എങ്ങനെ നടക്കും എന്ന് ചോദിച്ചത് അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ എന്ന് പറഞ്ഞ ആയത്തിൽ കാണാം. ഈ ആയത്തിന്റെ പശ്ചാത്തലത്തിൽ ചിന്തിക്കൂ, ആരാണ് മക്കത്തെ മുശ്രിക്കുകൾ? ഖബറിന്റെ പൂജ മക്കത്തെ മുശ്രിക്കുകളിൽ ഉണ്ടായിരുന്നില്ല. അത് തെളിയിക്കാൻ ഒരു വിദ്യാർത്ഥികാരനും വഹാബിക്കും സാധ്യമല്ല. ഖബറിന്റെ പൂജ എന്ന പൂജയോ ഖബറിങ്ങൾ ചെല്ലുക എന്ന ചെല്ലലോ മക്കത്തെ മുശ്രിക്കുകളുടെ ശിർക്കല്ല. അത്തരം ഒരാചാരം അവരിലില്ല. ക്ഷേത്രങ്ങൾ ഉണ്ടാക്കി ക്ഷേത്രങ്ങളെ തവാഫ് ചെയ്യുകയും ക്ഷേത്രങ്ങളെ തൊട്ടുമുത്തുകയും ക്ഷേത്രങ്ങളിൽ പൂജിക്കുകയും ദൈവങ്ങളെ പ്രതിഷ്ഠകൾ വെച്ചിട്ട് ബിംബങ്ങൾ വെച്ചിട്ട് ആ ബിംബങ്ങൾക്ക് അർഹിക്കുന്ന രീതിയിലുള്ള പൂജകൾ നൽകുകയും. എന്താ പൂജ? ഓരോരോ പ്രദേശത്തും ഓരോരോ പൂജ. ഇന്നത്തെ ബഹുദൈവ വിശ്വാസികളിൽ എങ്ങനെയാണ്? അങ്ങനെ തന്നെ പൂജ. ഒരമ്പലത്തിലൊരു പൂജ, അത് വേറൊരമ്പലത്തിൽ പറ്റൂല. ഒരമ്പലത്തിലെ നേർച്ച മറ്റൊരമ്പലത്തിൽ പറ്റൂല. ഒരു വിഗ്രഹത്തിന് നൽകുന്നത് വേറൊരു വിഗ്രഹത്തിന് പറ്റൂല. ഒരു ലൈംഗികാവയവം ഉണ്ടാക്കി അതുവരെ ഇലാഹാണെന്ന് വാദിക്കുന്ന ലോകത്താണ് നമ്മൾ താമസിക്കുന്നത് നോക്കണം. അത്തരത്തിലുള്ള ഓരോരോ വിഗ്രഹങ്ങൾക്കും ഇലാഹുകൾക്കും അതതിനോട് യോജിച്ച തരത്തിലുള്ള ധർമ്മങ്ങൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തിരുന്നവരാണ് പിശാച്ചിന്റെ മക്കൾ. അംർ ഇബ്നു ലുഹൈ എന്ന ഖുസാഅത്ത് ഗോത്രക്കാരൻ, ആ ഖുസാഅത്ത് ഗോത്രക്കാരൻ പല നാട്ടുകളിൽ പോയി കണ്ടെത്തിയ ആചാരങ്ങൾ ഓരോന്നിനു വേണ്ടി നിശ്ചയിച്ചു കൊടുത്തു. പിശാച്ചും കൂടെ കൂടി അങ്ങനെ ഓരോരുത്തർക്ക് ഓരോ തരത്തിലുള്ള പൂജകളും ഓരോ പ്രദക്ഷിണങ്ങളും ഓരോ ഇബാദത്തുകളും നിശ്ചയിച്ചു. ഇങ്ങനെയുള്ള ഇബാദത്ത് നടക്കുന്ന ജനതയ്ക്കിടയിലാണ്, വീടുവീടാന്തം ഇലാഹുകളുള്ള ജനതയ്ക്കിടയിൽ, ഓരോരുത്തർക്ക് സ്വകാര്യമായ ഇലാഹുകളുള്ള ജനതയ്ക്കിടയിൽ, ഗോത്രത്തിന് ഗോത്രദൈവങ്ങൾ വേറെയുള്ള ജനതയ്ക്കിടയിൽ, ക്ഷേത്ര ദൈവങ്ങൾ വേറെയും സ്ഥാപിക്കപ്പെട്ടിട്ടുള്ള ജനതയ്ക്കിടയിൽ അള്ളാഹുവിന്റെ റസൂലിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതുമായി വന്ന് ആ ആശയം സ്ഥാപിക്കണമെങ്കിൽ എത്ര പാടുപെടണം. പാടുപെട്ടു നബി, വളരെ പരിശ്രമിച്ചു, വളരെയധികം പണിപ്പെട്ടു, ഈ ജനതയെ ബോധീകരിക്കാൻ വേണ്ടി ശ്രമിച്ചു. എന്നിട്ട് നബിയോടൊപ്പം ആരെങ്കിലും കൂടിയോ? വിരലിലെണ്ണാവുന്നവർ മാത്രമേ മക്കയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവാചകത്വ ജീവിതത്തിന്റെ പ്രബോധന കാലയളവിൽ അള്ളാഹുവിന്റെ റസൂലിനെ കൊണ്ട് വിശ്വസിച്ചുള്ളൂ. ഇത് നമുക്കറിയാം. മക്കയിലെ ഖുറൈശികളിൽ നിന്ന് വളരെ കുറഞ്ഞ ആളുകൾ മാത്രം. നബിയുടെ എതിരാളികളായാണല്ലോ ഖുറൈശ് എന്ന് വിശേഷിപ്പിക്കുന്നത്. നബി എന്ന ഖുറൈശിയല്ലേ? നബിയുടെ സിദ്ദീഖ് എന്നവർ ഖുറൈശിയല്ലേ? ഉമർ എന്നവർ ഖുറൈശിയല്ലേ? എന്നിട്ടും ഖുറൈശ് എന്ന് പറയുമ്പോൾ നബിയുടെ എതിരാളികളായി വിശേഷിപ്പിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഖുറൈശി എന്ന ഗോത്രത്തിന്റെ ആധിക്യം. അധിക ഖുറൈശികളും കാഫിറുകൾ, അവരിൽ നിന്ന് ഒന്നോ രണ്ടോ ആളുകൾ, പുറമേ കുറെ ഏഴകൾ, കുറെ ദുർബലർ, കുറെ അടിമകൾ, പ്രയാസപ്പെട്ടവർ, ഇത്തരക്കാർ നബിയോടൊപ്പം വിശ്വസിച്ചു. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം. ഈ ആളുകളെ കൊണ്ട് വിശ്വസിപ്പിക്കുമ്പോൾ ജനങ്ങളെ ധരിപ്പിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ എന്തെല്ലാം ചെയ്തു? ചെയ്തതിൻ്റെ ആകത്തുകയിൽ പ്രധാനപ്പെട്ട ഭാഗം മനസ്സിലാക്കുമ്പോഴാണ് തൗഹീദിന്റെ പോയിന്റ് നമുക്ക് തിരിയാം. ഏത് പോയിന്റിലാണ് അള്ളാഹുവിന്റെ റസൂൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്ഥാപിച്ചത്? അല്ലാഹുവല്ലാതെ ഇലാഹില്ല എന്നതാണ് തൗഹീദിന്റെ വചനം. അപ്പൊ തൗഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ, മറ്റൊന്നും ഇലാഹ അല്ല എന്ന വിശ്വാസം തന്നെ. ഇത് തൗഹീദിന്റെ വചനമാണെന്നതിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? ഒരു കാലത്തും തർക്കം വന്നിട്ടില്ല. നൂഹ് നബി മുതൽക്കുള്ള എല്ലാ മുർസലീങ്ങളുടെയും തൗഹീദിന്റെ വാക്യം ലാ ഇലാഹ ഇല്ലല്ലാഹ് തന്നെ. അപ്പൊ അവർക്കിടയിലൊക്കെ ഉണ്ടായിരുന്ന ശിർക്ക് ഇലാഹ് വേറെയുണ്ടെന്നുള്ള വിശ്വാസം തന്നെ. ഇലാഹ് വേറെയുമുണ്ട് അള്ളാഹ്ക്ക് പുറമേ എന്ന ബഹുദൈവ വിശ്വാസം എന്ന ശിർക്കിനെതിരെ അള്ളാഹുവല്ലാതെ ഒരു ഇലാഹുമില്ല എന്ന തൗഹീദിന്റെ വാക്യം സ്ഥാപിക്കാൻ അതിന്റെ മർമ്മസ്ഥാനം എവിടെയാണ് അള്ളാഹുവിന്റെ റസൂൽ കേന്ദ്രീകരിച്ചു സംസാരിച്ചത്? ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഖുർആനിലൂടെ പരതിയാൽ അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുന്നത്, നിങ്ങൾ റബ്ബുകളെന്ന് വിശ്വസിക്കുന്നതൊന്നും റബ്ബല്ല, നിങ്ങൾ ഇലാഹുകളെന്ന് വിശ്വസിക്കുന്നതൊന്നും ഇലാഹല്ല, നിങ്ങളുടെ റബ്ബുകളും നിങ്ങളുടെ ഇലാഹുകളൊന്നും ഇലാഹും റബ്ബുമല്ല. അപ്പൊ രണ്ടുപോലെ ഒന്നു തന്നെയാണ് വിശ്വസിക്കണത്. റബ്ബെന്നവർ പറയുന്നത് ഏതിനാണോ അതിന് നൽകുന്ന വിശേഷണമാണ് ഇലാഹ്. ഇലാഹ് എന്നവർ പറയുന്നത് ഏതിനാണോ അതിന് നൽകുന്ന വിശേഷണമാണ് റബ്ബ്. ഈ റബ്ബൊന്നും റബ്ബല്ല, ഇലാഹുകളൊന്നും ഇലാഹല്ല. നിങ്ങളുടെ റബ്ബുകൾ റബ്ബല്ല, നിങ്ങളുടെ ഇലാഹുകൾ ഇലാഹല്ല. പിന്നെ ഏതാ റബ്ബ്? റബ്ബാകണമെങ്കിൽ മിനിമം ഏറ്റവും അടിസ്ഥാനപരമായ അതിൻ്റെ പോയിന്റ് സൃഷ്ടികർമ്മത്തിൻ്റെ അധികാരമോ സൃഷ്ടികർമ്മമോ വേണം. സൃഷ്ടികർമ്മത്തിൻ്റെ കഴിവ്, ഖൽഖ്,
ഈ ഖൽഖ് പടച്ചോൻ ഇത് പറയുമ്പോൾ ആളുകൾ നാക്കടക്കും. പടച്ചോൻ എന്ന പോയിന്റിൽ ഒതുങ്ങി നിന്നിട്ടാണ് അള്ളാഹുവിൻ്റെ റസൂൽ സംസാരിച്ചത്. പടച്ചോൻ ഒന്നല്ലേ ഉള്ളൂ, ആ പടച്ചോനായ റബ്ബിന് വേണം വണങ്ങാൻ. ആരാ പടച്ചോൻ? അതാദ്യം അല്ലാഹു തആല സ്ഥാപിച്ചു. ഹുവല്ലദീ ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅ. അൽ ബഖറ 29. ഭൂമിയിലുള്ള സകലതും നിങ്ങൾക്ക് വേണ്ടി സൃഷ്ടിച്ചത് പടച്ചത് അവൻ മാത്രമാണ് അല്ലാഹു. ഇന്ന റബ്ബക്കുമുല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ 6 അയ്യാം. സൂറത്തുൽ അറാഫ് 54, സൂറത്ത് യൂനുസ് 3. നിങ്ങളുടെ നാഥൻ, നിങ്ങളുടെ റബ്ബ് ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസത്തിനകം സൃഷ്ടിച്ചിട്ടുള്ള ആ റബ്ബുണ്ടല്ലോ, അവൻ മാത്രമാണ് നിങ്ങളുടെ റബ്ബ്. മറ്റു നിങ്ങൾ പറയുന്ന റബ്ബുകളൊന്നും റബ്ബല്ല. വഹുവല്ലദീ ഖലഖൽ ലൈല വന്നഹാറ വശംസ വൽ ഖമർ. സൂര്യനെയും ചന്ദ്രനെയും രാവിനെയും പകലിനെയും സൃഷ്ടിച്ചതവനാണ്. അൽ അംബിയാ 33. വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിമ്മാ. എല്ലാ ജീവികളെയും മൃഗങ്ങളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചതവനാണ്. വഹുവല്ലദീ ഖലഖ മിനൽ മാഇ ബശറൻ ഫജഅലഹു നസബൻ വസിഹ്റാ. മനുഷ്യനെ വെള്ളത്തിൽ നിന്ന്, രേതസ്കണത്തിൽ നിന്ന് സൃഷ്ടിച്ചവൻ, എന്നിട്ട് കുടുംബ ബന്ധങ്ങളും ചാർച്ചാബന്ധങ്ങളും ഒക്കെ ഉണ്ടാക്കി വികസിപ്പിച്ചവൻ, വർഗമാക്കിയവൻ അല്ലാഹു. വഖലഖ കുല്ല ശൈഇൻ ഫഖദ്ദറഹു തഖ്ദീറാ. എന്നു വേണ്ട സകല വസ്തുക്കളെയും വസ്തുതകളെയും പടച്ചത് അവൻ മാത്രമാകുന്നു. അല്ലാഹുവല്ലാതെ മറ്റൊന്നും പടച്ചിട്ടില്ല. ഭൂമിയിലുള്ളത് മുഴുവൻ പടച്ചതവൻ, ആകാശം പടച്ചതവൻ, ആകാശഭൂമിക്കിടയിൽ ഉള്ളത് പടച്ചതവൻ. ഈ തത്വമല്ലേ ഖുർആൻ നിറയെ. ഖലഖ എന്ന വാക്യം വെച്ചിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകങ്ങളൊന്ന് പറഞ്ഞു നോക്കൂ. ചെറിയ ഉറുമ്പ് മുതൽക്ക് ഏറ്റവും വലിയ ജീവി വരേക്കും, നിങ്ങൾ മനുഷ്യർ വരേക്കും, അല്ലാഹു തആലാന്റെ ഭീമാകാരമായ ഗോളങ്ങളുടെ വേദിയായ ആകാശഗോളങ്ങളും ആകാശപ്പടപ്പുകളും ഭൂമിയും ആസകലം പടച്ചത്, നമ്മളെ കൺമുമ്പിൽ കാണുന്നതൊക്കെയും പടച്ചത്, നമ്മളെ അറിവിൽപ്പെട്ടതൊക്കെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ് എന്ന പോയിന്റിൽ നിന്നിട്ട് ഈ സൃഷ്ടാവായ റബ്ബിനെ യാ അയ്യുഹന്നാസു ഉബ്ദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങളെയും നിങ്ങളുടെ മുൻപുള്ളവരെയും സൃഷ്ടിച്ച പടച്ചവനെ, ആ റബ്ബിന് വേണം നിങ്ങൾ വണങ്ങാൻ. സൃഷ്ടിക്കാത്ത റബ്ബ് റബ്ബല്ല, പടക്കാത്ത റബ്ബ് റബ്ബല്ല. നിങ്ങൾക്ക് പല റബ്ബുകളുണ്ട്. അപ്പോഴാണല്ലോ അവരോട് പടച്ച റബ്ബ് എന്നറിയാ. നിങ്ങളെ പടച്ച റബ്ബ്, നിങ്ങൾക്ക് മുൻപുള്ളവരെ പടച്ച റബ്ബ്, ആ റബ്ബിനാണ് ഇബാദത്തുകൾ ചെയ്യേണ്ടത്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദ. ഒറ്റ ജഡത്തിൽ നിന്ന് നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചിട്ടുള്ള ആ റബ്ബിന്റെ ആജ്ഞകളും നിർദ്ദേശങ്ങളും വിലക്കുകളും പാലിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുവിൻ. ആ റബ്ബാണ് നിങ്ങളുടെ റബ്ബ് എന്ന് അല്ലാഹു തആല അവരോട് ആഹ്വാനം ചെയ്യുന്നു. അപ്പൊ കേന്ദ്രസ്ഥാനം എവിടെയാണ്? ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ള ഇലാഹ് അല്ലാഹു മാത്രമാണ്. റബ്ബ് അവൻ മാത്രമാണ്. കാരണം അവനാണെല്ലാം പടച്ചത്. പടച്ച റബ്ബാണ് ഇബാദത്തിന് അർഹൻ. സൃഷ്ടാവാണ്, സൃഷ്ടികർമ്മം നടത്തിയവനാണ് ഇബാദത്തിന് അർഹൻ. സൃഷ്ടികർമ്മം എന്ന് പറയുന്നത് മറ്റാർക്കും സ്ഥാപിക്കാൻ അവർക്കാകില്ല. ബുദ്ധിയുള്ള ചോറ് തിന്നുന്ന ഒരു മനുഷ്യനും സൃഷ്ടികർമ്മം മറ്റൊരു ദൈവത്തിന് സ്ഥാപിക്കാൻ കഴിയില്ല. ഇത് കാലേ കൂട്ടി തന്നെ ബോധ്യപ്പെടുത്താനാണ് ഖൽഖ് എന്നതിൽ പടച്ചവൻ ഖൽഖ്. ഇവിടെയാണ് അല്ലാഹു തആലാനെ വേർതിരിക്കുന്ന ഏറ്റവും വലിയ വിശേഷണം. ബാക്കി ഏത് വിശേഷണം നമ്മൾ നോക്കിയാലും നമ്മളും പറയാൻ പറ്റും. കേൾവി, അല്ലാഹു തആലാക്ക് കേൾവിയുണ്ട്, നമുക്ക് കേൾവിയുണ്ട്. അല്ലാഹു തആലാക്ക് കാഴ്ചയുണ്ട്, നമുക്കും കാഴ്ചയുണ്ട്. അല്ലാഹുവിന് റഹ്മത്തുണ്ട്, നമുക്കും റഹ്മത്തുണ്ട്. അല്ലാഹു തആല അധികാരം നടത്തുവനാ, നമ്മളിൽ പലർക്കും അധികാരമുണ്ട്. ഏതാ ഇല്ലാത്തത്? അല്ലാഹുവിന് വേണ്ടി പറയപ്പെടുന്ന ഗുണങ്ങളൊക്കെ പേരിൽ ആർക്കെങ്കിലും ഉണ്ട്. സൃഷ്ടികർമ്മം, ഇല്ലായ്മയിൽ നിന്ന് ഒരു വസ്തുവിനെ പടക്കുക എന്ന കർമ്മം, ഇത് വേറെ ഒരാൾക്കില്ല. ഇത് ആരോട് ചോദിച്ചാലും, ഏത് ദൈവത്തിൻ്റെയും ബഹുദൈവ വിശ്വാസികളോട് ചോദിച്ചാലും ഉത്തരം മുട്ടും. ആരാണ് വേറെ പടച്ചവൻ, ആരാണ് വേറെ പടച്ചവൻ എന്ന് ചോദിച്ചാൽ ഉത്തരം മുട്ടും. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ്, നിങ്ങളെ സൃഷ്ടിച്ച റബ്ബ്, സൃഷ്ടികർമ്മം നടത്തിയ റബ്ബ്, അവന് മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാൻ അർഹനായിട്ടുള്ള ഇലാഹാകൂ. അവന് മാത്രമേ ഇബാദത്ത് ചെയ്യപ്പെടാൻ പറ്റൂ. അവന്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിക്കണം എന്ന തൗഹീദിന്റെ പാഠം പഠിപ്പിച്ചു. അവരോട് അല്ലാഹു തആല വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തരം മുട്ടിക്കുന്ന രീതിയിൽ സംസാരിച്ചു. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ അശ്-ശംസ വൽ ഖമറ ലയഖൂലുന്ന അല്ലാഹ്
സൂറത്തുൽ അങ്കബൂത്ത് 61. നബിയെ, തങ്ങളെ ബഹുദൈവ വിശ്വാസികളോടൊന്ന് ചോദിച്ചാൽ, മൻ ഖലഖസ് സമാവാതി വൽ അർള വസഖറ ശംസ വൽ ഖമർ, ഈ ആകാശങ്ങളെയൊക്കെ പടച്ചതാരാണ്? ഭൂമിയെ പടച്ചതാരാണ്? സൂര്യനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാരാണ്? ചന്ദ്രനെ നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നതാരാണ് എന്ന് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയേണ്ടി വരും അല്ലാഹു എന്ന്. മറ്റൊരു ഉത്തരം കിട്ടില്ല. അല്ലാഹു എന്നവർ പറയാൻ നിർബന്ധിതരാകും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്നല്ലാഹ്. സൂറ ലുഖ്മാൻ, സൂറത്തുൽ സുമർ, എത്രയോ സ്ഥലങ്ങളിലാണ് അല്ലാഹു പറയുന്നത് ആകാശഭൂമികളെ പടച്ചതാരാണെന്നവരോട് തങ്ങൾ ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹുവാണെന്നവർ പറയേണ്ടി വരും. വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള് ലയഖൂലുന്ന ഖലഖഹുന്നൽ അസീസുൽ അലീം. ആകാശഭൂമികളെ പടച്ചതാരാണെന്ന് ചോദിച്ചാൽ പ്രതാപവാനായ അല്ലാഹുവാണ് എന്നവർ പറയേണ്ടി വരും. സമ്മതിക്കാൻ അവർ നിർബന്ധിതരാകും. ഈ അർത്ഥത്തിൽ വെല്ലുവിളിയോടുകൂടെ അവരോട് ചോദിക്കേണ്ട ചോദ്യം പഠിപ്പിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു തആല ഉണർത്തുകയാണ്, ആരാണ് ഖാലിഖ്. ഇതൊരു വെല്ലുവിളിയായി തന്നെ അള്ളാഹ് അവസാനം പറയുന്നു, ഹാദാ ഖൽഖുല്ലാഹ് ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. ഇതാ ഞാൻ ഇത്രയും വിവരിച്ചതൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. മുകളിൽ കാണുന്ന ആകാശം, കീഴെ കാണുന്ന ഭൂമി, നിങ്ങൾക്ക് ചുറ്റും കാണുന്ന വട്ടകങ്ങൾ, പർവ്വതങ്ങൾ, നിങ്ങൾ കണ്ടു നോക്കി കാണുന്ന നക്ഷത്രങ്ങൾ, മനുഷ്യന്മാർ, കാലികൾ, മൃഗങ്ങൾ, ഈ സസ്യലതാദികൾ, വൃക്ഷങ്ങൾ, ഇതെല്ലാം അള്ളാഹു പടച്ചതാണ്. ഈ പടച്ചതെല്ലാം ഹാദാ ഖൽഖുല്ലാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഖൽഖാണ്. ഫഅറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി. അള്ളാഹുവിന് പുറമെ നിങ്ങൾ ദൈവങ്ങളെന്ന് ജൽപ്പിക്കുന്ന ഈ വിഗ്രഹങ്ങളും ദൈവങ്ങളും പടച്ചതൊന്ന് കാണിക്കൂ, മുമ്പിൽ കാണിക്കൂ. ഒരു ഖുറൈശിയും കാണിക്കാൻ തയ്യാറായിട്ടില്ല. ഇന്നത് പടച്ചു എന്ന് പറയാൻ ഒരു ഖുറൈശിക്കും ഒരു പുൽക്കൊടി പോലും കിട്ടില്ല. കാരണം ആരും ഉത്തരം മുട്ടിപ്പോകുന്ന ചോദ്യമാണ് സൃഷ്ടികർമ്മം നടത്തിയവനും പടച്ചവനും ആരാകുന്നു എന്ന പോയിന്റ്. ഈ പടച്ചവൻ എന്ന പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പടച്ചവനെ ഇബാദത്ത് ചെയ്യുക, പടച്ചവനെ മഅബൂദായി അംഗീകരിക്കുക, പടച്ചവനെ റബ്ബായി അംഗീകരിക്കുക, പടച്ചവനെ ഇലാഹായി അംഗീകരിക്കുക, ഈ തത്വം പഠിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആലാന്റെ റസൂൽ മക്കത്ത് ഒരുപാട് വർഷം ജീവിച്ചു. ഹൽ മിൻ ഖാലിഖിൻ ഗൈറുല്ലാഹി യർസുഖുകും മിനസ് സമാഇ വൽ അർള്. ആകാശത്തിൽ നിന്നോ ഭൂമിയിൽ നിന്നോ നിങ്ങൾക്ക് വിഭവം നൽകുന്ന ഏതെങ്കിലും ഒരു പടച്ചവനുണ്ടെങ്കിൽ കാണട്ടെ. ആരാ പടച്ചവൻ? അള്ളാഹുവിൻ്റെ വെല്ലുവിളി. ഖുറൈശി മൂപ്പന്മാർ ഈ വെല്ലുവിളിക്ക് മുമ്പിൽ നിന്ന് പരുങ്ങി. ഉത്തരം മുട്ടിയാൽ കൊഞ്ഞനം കുത്തുക എന്ന് നമ്മളെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ. ഈ ഉത്തരം മുട്ടലിൽ പെട്ടു ഖുറൈശികൾ. ഉത്തരം മുട്ടിയപ്പോൾ അവർ കൊഞ്ഞനം കുത്തി. അള്ളാന്റെ റസൂല് ഞങ്ങളെ ഇലാഹുകളെ ചീത്ത പറയുന്നു, ഞങ്ങളെ ഇലാഹുകളെ അസഭ്യം പറയുന്നു. ഈ അസഭ്യം പറയുന്നവനെ ബഹിഷ്കൃതനാക്കണം, നാട്ടിൽ നിന്ന് പുറത്താക്കണം. അല്ല, അവസാനം അവർ തീരുമാനിച്ചത് നബിയെ കൊല്ലണം എന്നാണ്. കൊല്ലണം എന്ന തീരുമാനത്തിങ്കിൽ എത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റ പോയി. മദീനത്തേക്ക് സ്വദേശം വെടിഞ്ഞ് ഹിജ്റ പോയി. നബിയെ കൊണ്ട് വിശ്വസിച്ചവരിൽ നിന്ന് ഭാര്യമാരെ വിട്ടും കുടുംബത്തെ വിട്ടും പോകേണ്ടവർ ഹിജ്റ പോയി. ഭാര്യമാരോടൊപ്പം പോകേണ്ടവർ അങ്ങനെയും പോയി. പല വിധത്തിൽ സ്വഹാബാക്കളിൽ നിന്നൊരു കൊച്ചു സംഘം മുഹാജിറുകളായി മദീനത്തെത്തി. മദീനയിൽ 10 വർഷക്കാലം ജീവിച്ചിട്ടും തൗഹീദിന് വേണ്ടി അല്ലാഹുവിൻ്റെ റസൂൽ പണിപ്പെട്ടു. ആ തൗഹീദിന് വേണ്ടിയുള്ള പണിപ്പെടലായിരുന്നു നബി തങ്ങൾ ശ്വാസം വിടാൻ പഴുതില്ലാതെ നടത്തിയിരുന്ന ജിഹാദുകൾ. അത്രയും എത്രയെത്ര ജിഹാദുകൾ, എത്രയെത്ര ഒസുവത്തുകൾ, എത്രയെത്ര ശരീഅത്തുകൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത്, മദീന ജീവിത കാലത്ത് 10 വർഷത്തിനിടയിൽ വന്നിട്ടുണ്ട്. ബദറിങ്കിൽ നിന്നും അതിൻ്റെ മുൻപുള്ള സൈനിക നീക്കങ്ങളിൽ നിന്നും ആരംഭിച്ചിട്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസാനം വരെയും നടന്ന ഒസുവത്തുകളും ശരീഅത്തുകളും എണ്ണിയാൽ നബിക്ക് ശ്വാസം വിട്ട് മലർന്നു കിടക്കാൻ അവസരം കിട്ടിയിട്ടില്ലെന്നു കാണാം. മദീനത്തൊന്ന് ശ്വാസം വിട്ട് സന്തോഷത്തിൽ കിടക്കാൻ അവസരം കിട്ടിയിട്ടില്ല. അത്ര വലിയ സൈനിക നീക്കങ്ങളാണ് 10 വർഷക്കാലം അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. എന്തിനു വേണ്ടി? തൗഹീദിനു വേണ്ടി, തൗഹീദ് സ്ഥാപിക്കാൻ വേണ്ടി, തൗഹീദ് നടപ്പാക്കാൻ വേണ്ടി, തൗഹീദിന്റെ ആളുകളെ കിട്ടാൻ വേണ്ടി. ഇങ്ങനെ പരിശ്രമിച്ചിട്ട് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു ഏകിയ നിശ്ചയിച്ച 20 കൊല്ലക്കാലത്തെ ദഅവത്ത് കൊണ്ട് നേടിയിട്ടുള്ള 1,24,000 അനുയായികളായ സ്വഹാബികളടക്കം അള്ളാഹുവിൻ്റെ റസൂലിൽ നിന്ന് തൗഹീദ് ഏറ്റുവാങ്ങിയ ഒരു നല്ല കൂട്ടം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അനുയായികളായി ഉണ്ടായി. സ്വഹാബികൾ 1,24,000 ആകാം.
ഈ സ്വഹാബികൾ മുഖേനയും ഗോത്രത്തലവാന്മാർ മുഖേനയും ഒരുപാട് ആളുകൾ വിശ്വസിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള 10,000-കണക്കിന് വിശ്വാസികളെ അള്ളാഹുവിൻ്റെ റസൂല് വാർത്തുവിട്ടിട്ട് അവരെ തൗഹീദിന്റെ സ്റ്റെപ്പ് അള്ളാഹുവിൻ്റെ റസൂല് വളർത്തി സംസ്കരിച്ചെടുക്കുന്ന രീതി നോക്കൂ. എത്ര സൂക്ഷ്മമായി, എത്ര കൃത്യമായി, ആചാരപരമായും ചൊല്ലും ചെയ്തിയും തൗഹീദിനോട് സമന്വയിപ്പിച്ച് തൗഹീദുമായി സമഞ്ജസിപ്പിച്ച് എല്ലാം തൗഹീദിൽ ലയിക്കുന്ന തരത്തിലുള്ള വിശ്വാസികളെയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്ഥാപിച്ചെടുത്തത്. തൗഹീദിന്റെ സംസ്ഥാപനാർത്ഥം, അതിൻ്റെ ശരിയായ സുഗമമായ പ്രവർത്തനാർത്ഥം മുൻ സമുദായക്കാർക്കില്ലാത്ത പല ചിട്ടകളും മുസ്ലിമീങ്ങളുടെ തൗഹീദിനെ തുടർന്ന് തൗഹീദിന്റെ ചടങ്ങാക്കി തൗഹീദിന്റെ മാർഗത്തിലാക്കി അല്ലാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു. ഉദാഹരണം, ഒരു പടപ്പിനും മുമ്പിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. സുജൂദ് ചെയ്യാൻ പാടില്ല എന്നത് മുൻ സമുദായക്കാർക്കൊക്കെ അത്ര കർശനമായില്ല. അഭിവാദനത്തിന്റെ പേരിൽ സുജൂദ് ചെയ്തിരുന്നവരാണ് അള്ളാഹുവിൻ്റെ റസൂലിന്റെ മുൻപുണ്ടായിരുന്ന സമുദായങ്ങൾ അത്രയും. നമ്മളിതിവിടെ നല്ലോ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ഒരു സൃഷ്ടിക്ക് മുൻപിൽ സുജൂദ് ചെയ്യുക എന്ന് പറയുന്നത് തൗഹീദിന് വിരുദ്ധമായിരുന്നില്ല. കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ശിർക്ക് വരില്ല എന്ന് പറയാൻ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റാണിത്. കർമ്മങ്ങളുടെ ഇബാദത്ത് കർമ്മങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ കർമ്മം ഏതാണ്? ആര് പറഞ്ഞാലും ആര് ചിന്തിച്ചാലും സുജൂദ്. ഈ സുജൂദിനപ്പുറം വലിയ ഇബാദത്തിന്റെ കർമ്മം കിട്ടില്ല. ഈ ഇബാദത്തിന്റെ കർമ്മമായ സുജൂദ് എന്ന കർമ്മം അഭിവാദനത്തിന് വേണ്ടി അനുവദനീയമായിരുന്നു മുൻ സമുദായങ്ങളിൽ. തൗഹീദിന് വേണ്ടി വന്ന പ്രവാചകന്മാരിൽ പോലും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, വഖറൂ ലഹു സുജ്ജദാ, വഖറൂ ലഹു സുജ്ജദാ. യാക്കൂബ് നബി അലൈഹിസ്സലാമും തന്റെ 11 മക്കളും യൂസുഫ് നബി അലൈഹിസ്സലാമിന് മുൻപിൽ സുജൂദിലായി വീണുപോയി. സുജൂദ് ചെയ്ത് വീണുപോയി എന്നതിനെ അല്ലാമ ഇബ്നു കസീർ പറയുന്നു, ഐ സജദ ലഹു അബവാഹു വ ഇഖ്വതുഹു. യാക്കൂബ് നബി അലൈഹിസ്സലാം അടക്കമുള്ള യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവും ആ പിതാവിന്റെ പുത്രന്മാർ 11 പേരും യാക്കൂബ് നബിയുടെ ഭാര്യയും യൂസുഫ് നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്തു. ഈ സുജൂദ് വകാന ദാലിക സായിഗൻ ഫീ ശരീഅതിഹിം, അവരുടെ ശരീഅത്തിൽ ഇത് അനുവദനീയമായിരുന്നു. അഭിവാദനത്തിന്റെ സുജൂദ് ഈ ശരീഅത്തിൽ മാത്രമല്ല, നബിയുടെ ശരീഅത്ത് വരുന്ന കാലമത്രയും ഈ സുജൂദ് അനുവദനീയമായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീഅത്തിലെത്തിയപ്പോഴാണ് ഈ സുജൂദ് ഹറാമാക്കപ്പെട്ടതും നിരോധിക്കപ്പെട്ടതും. നിരോധിക്കപ്പെട്ടുവെന്ന് മാത്രമല്ല, എത്ര കർക്കശമായി നിരോധിക്കപ്പെട്ടു. ഇന്നൊരാൾ ഒരു സൃഷ്ടിക്ക് മുൻപിൽ സുജൂദ് ചെയ്താൽ വിശദീകരണമല്ലാത്ത വിധം അയാളുടെ സുജൂദിനെ നമ്മൾ കുഫ്ർ എന്ന് വിശേഷിപ്പിക്കും. കർമ്മം കൊണ്ട് കാഫിറായി പോകും, മുർത്തദ്ദായി പോകും. കർമ്മം കൊണ്ട് മുശ്രിക്കാവൂല. ശ്രദ്ധിച്ച് മനസ്സിലാക്കി, കർമ്മം കൊണ്ട് മുശ്രിക്കാവൂല. ബഹുദൈവ വിശ്വാസമാണ് ശിർക്ക്. അല്ലാഹുവിന് പുറമെ ഇലാഹുകളുണ്ടെന്ന വിശ്വാസമാണ് ശിർക്ക്. ആ ശിർക്ക് കർമ്മം കൊണ്ട് വരില്ല. കർമ്മം കൊണ്ട് പക്ഷേ കുഫ്ർ വരും, കാഫിറായി പോകും. അങ്ങനെ കാഫിറായി പോകുന്ന കർമ്മമാണ്. ഇത് പറയുമ്പോൾ വഹാബികൾക്ക് മനസ്സിലാവില്ല. ഓല് ശിർക്കിനേക്കാൾ വലുത് കാഫിർ, കുഫറിനേക്കാൾ വലുത് ശിർക്ക്, ഇതൊന്നും തരംതിരിക്കാറില്ല. ഒന്നറിയാം, ഇപ്പോൾ ഈ ശിർക്കാരോപണം പാടില്ല എന്നും പറഞ്ഞുള്ളൊരു പ്രമേയത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഈ മുസ്ലിമീങ്ങളായ മുവഹിദീങ്ങളെയൊക്കെ ഇസ്തിഗാസയുടെയും തവസ്സുലിൻ്റെയും പേരിൽ ശിർക്ക് ആരോപിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മറുപക്ഷത്തിൽ നിന്ന് കേട്ടതെന്തായിരുന്നു? ശിർക്കല്ലേ ആരോപിക്കുന്നുള്ളൂ, ഞങ്ങൾ കുഫർ ആരോപിക്കുന്നില്ലല്ലോ എന്നാ. കുഫർ ആരോപിക്കുന്നില്ല, ശിർക്കല്ലേ ആരോപിക്കുന്നുള്ളൂ. കുഫറിന്റെ കൂട്ടത്തിൽപ്പെട്ട വിശ്വാസപരമായ ഏറ്റവും വൃത്തികെട്ട ഏറ്റവും ഭയങ്കര ദുൽമാണ് ശിർക്ക്. ഇന്ന ശിർക ലദുൽമുൻ അദീം, അതിഗൗരവതരമായിരിക്കുന്ന ദുൽമാണ് ശിർക്ക്. ഈ ശിർക്ക് ആരോപിച്ചിട്ട് പറയാ, ആ ശിർക്കല്ലേ ഞങ്ങൾ ആരോപിക്കുന്നുള്ളൂ, കുഫർ ആരോപിക്കുന്നില്ലല്ലോ. ഇവർ കുഫറും മനസ്സിലാക്കിയിട്ടില്ല, ശിർക്കും മനസ്സിലാക്കിയിട്ടില്ല. കുഫർ എന്ന് പറയുന്നത് കർമ്മം കൊണ്ട് വരും, വാക്കുകൊണ്ട് വരും. വാക്കുകളെ ചൊല്ലി കാഫിർ എന്ന് വിധിക്കും, ചില പ്രവൃത്തികളെ ചൊല്ലി കാഫിർ എന്ന് വിധിക്കും. അതേസമയം ശിർക്ക് വിധിക്കൂല. ശിർക്ക് എന്ന് പറയുന്നതായിരുന്നെങ്കിൽ ആലോചിക്കണം, വലഖദ് അർസൽനാ ഫീ കുല്ലി ഉമ്മത്തിർ റസൂലൻ
ഓരോ തലമുറയിലും നാം റസൂലിനെ അയച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ മുർസലീങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മുർസലായ നബിയാണ് യാക്കൂബ് നബി അലൈഹിസ്സലാം. ഖുർആനിൽ പേര് പറയപ്പെട്ട മുർസലീങ്ങളിൽപ്പെട്ട ഒരു റസൂൽ. അതുപോലെ ഒരു മുർസലായ നബിയാണ് യൂസുഫ് നബി അലൈഹിസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാമിനിക്ക് യാക്കൂബ് നബി എന്ന മുർസലായ നബി സുജൂദ് ചെയ്യുമ്പോൾ ഈ സുജൂദ് ശിർക്കല്ല. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി അയക്കപ്പെട്ട പ്രവാചകന്മാരും ദൂതന്മാരുമാണ് രണ്ടുപേരും. അവരിൽ നിന്ന് ശിർക്കുണ്ടാവൂല. തൗഹീദിന്റെ വിപരീതമായ ശിർക്ക് അന്നും ഇന്നും ഒന്ന് തന്നെ. അപ്പൊ സുജൂദ് എന്ന് പറയുന്നത് പണ്ടത്തെ കാലത്തുണ്ടായിരുന്നു. ഇത് നമ്മളിവിടെ അടിവരയിട്ട് മനസ്സിലാക്കണം. എന്തിനെന്നറിയോ? ഇപ്പത്തെ നമ്മളെ വിദേഹത്തിന്റെ ആൾക്കാർ ശിർക്ക് എന്ന് പറയൽ എന്തിനാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇത് ആവശ്യമായി വരും. അതിനാണ് ഞാൻ ഇത്ര അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുന്നത്. അള്ളാഹുവിനല്ലാതെ ചെയ്തു പോകാൻ പാടില്ലാത്ത ഇബാദത്തിന്റെ കർമ്മങ്ങളിൽപ്പെട്ട ഒരു കർമ്മമാണ് ഇന്ന് സുജൂദ്. ഇബാദത്തിന്റെ സുജൂദാവട്ടെ, അഭിവാദനത്തിന്റെ സുജൂദാവട്ടെ, ആചാരത്തിന്റെ സുജൂദാവട്ടെ, ഖിബലയാക്കിയ സുജൂദാവട്ടെ, അല്ലാഹുവല്ലാത്ത ഒരു മഖ്ലൂക്കിന് മുമ്പിലും സുജൂദ് പാടില്ല എന്ന് അല്ലാഹു തആല ഈ ശരീഅത്തിൽ പ്രത്യേകമായി നിർദ്ദേശിച്ചത്, അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് തൗഹീദിനെ ഒന്നുകൂടി ബലിഷ്ഠമാക്കി ഒരു കാലത്തും തൗഹീദ് തെറ്റിപ്പോകാതെ അടിയുറച്ചു നിൽക്കാൻ വേണ്ടിയാണ്. ഇത് നമ്മുടെ ശരീഅത്തിന്റെ പ്രത്യേകതയാണ്. മുൻ ശരീഅത്തുകളിൽ വിലക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ ശരീഅത്തിൽ ഇത് വിലക്കപ്പെട്ടു. എന്നാൽ മുൻ ശരീഅത്തുകളിൽ ശിർക്ക് അനുവദിക്കപ്പെട്ടിരുന്നോ? ഇല്ല. ഒരു ശരീഅത്തിലും ശിർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ല. ഒരു ശരീഅത്തിലും ശിർക്ക് അനുവദിക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അഭിവാദനത്തിന്റെ സുജൂദ് മഖ്ലൂക്കിന് വേണ്ടി അനുവദിക്കപ്പെട്ടപ്പോൾ മനസ്സിലാക്കാം അത് ശിർക്കല്ല. അള്ളാഹുവിന് മാത്രമേ ഇബാദത്തിന്റെ കർമ്മങ്ങൾ ചെയ്യാവൂ. അതാണ് തൗഹീദ്. ഈ ഇബാദത്ത് കർമ്മം അല്ലാഹുവല്ലാത്തവർക്ക് ചെയ്താൽ ശിർക്കാകും. ഇതാണ് ഇപ്പോഴത്തെ വഹാബി പാഠം. ഈ പാഠം പഠിപ്പിക്കുന്ന വഹാബികളിൽ നിന്ന് വല്ലതും തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകൾ ഊന്നി മനസ്സിലാക്കാനാണ് ഞാൻ പറയുന്നത്. ഇബാദത്തിന്റെ കർമ്മങ്ങൾ അല്ലാഹുവല്ലാത്തവർക്ക് നിർവഹിക്കുന്നതല്ല ശിർക്ക്. തൗഹീദിനെ പക്ഷേ ബലിഷ്ഠമായി ഉറപ്പിക്കാൻ അല്ലാഹു ഈ ശരീഅത്തിൽ കൊണ്ടുവന്ന അടിസ്ഥാനപരമായ ഒരു നിയമമാണ് സൃഷ്ടികൾക്ക് സുജൂദ് ചെയ്യാൻ പാടില്ല എന്ന നിയമം. അത് ശരീഅത്ത് കാമിലായ ദീനിന്റെ ഇസ്ലാം എന്ന ശരീഅത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. മുൻപുള്ള മതക്കാർക്കോ മുൻപുള്ള പ്രവാചകന്മാർക്കോ ഈ നിരോധനം ബാധകമായിരുന്നില്ല. എന്നു മാത്രമല്ല, അത്തരം സുജൂദായിപ്പോകുമെന്ന് കരുതിയിട്ട് ചില കർമ്മങ്ങൾ പോലും വിലക്കി. ഉദാഹരണം, നമ്മളൊരു പള്ളിയിൽ ചൊല്ലുന്നു, നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നിസ്കരിക്കാൻ മുമ്പിൽ ഒരു മറ വേണം. ഈ മറയാക്കിയിട്ട് ഉപയോഗിക്കുന്നത് ഒന്നുകിൽ ചുവരില്ലെങ്കിൽ തറക്കപ്പെട്ട ചുവര് പോലെ തന്നെ തറക്കപ്പെട്ട ശരിക്കുള്ള തൂണുകൾ, ഇതൊക്കെ നമ്മൾ ഒരേ രീതിയിൽ മറയാക്കും. ഇങ്ങനെ ഒരു തൂണിൻ്റെ അടുത്ത് പോയിട്ട് മറയാക്കി ഒരാൾ നിസ്കരിക്കുന്നോ? എന്നാൽ ആ തൂണെന്ന മറയെ, അല്ലെങ്കിൽ തറച്ചു വെക്കപ്പെട്ട ഒരു വടിയെ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഉയരമുള്ള താൽക്കാലികമായത് വല്ലതും മറയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആ മറയെ നമ്മൾ മറയാക്കുന്ന സമയത്ത് നേർക്കുനേരെ നമ്മുടെ മുൻപിൽ വെക്കരുത്. നമ്മുടെ ഇടതുഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ വെക്കണം. വെക്കപ്പെട്ട തൂണിൻ്റെ അടുത്ത് പോയി നിസ്കരിക്കുമ്പോൾ നേർക്കുനേരെ മുമ്പിലുള്ള മറയാക്കി അതിനെ പിടിക്കരുത്. നമ്മുടെ വലത്തോ ഇടത്തോ ആക്കി നിന്നുകൊണ്ട് അല്പം തെറ്റി നിന്ന് നിസ്കരിക്കണം എന്ന് പഠിപ്പിച്ചപ്പോൾ നമ്മുടെ സുജൂദ് ഈ മൂടിനോ ഈ തുരുമ്പിനോ വടിക്കോ ആയി പോകുമെന്ന് കാണുന്നവർ തെറ്റിദ്ധരിക്കാൻ പോലും ഇടവരരുത് എന്ന് അല്ലാഹു തആലാന്റെ ദീന് നിയമമാക്കുന്നതിൻ്റെ ഭാഗമാണിത്. തൗഹീദിന്റെ ചിട്ടയാൻ എന്ന് വെച്ചിട്ട് ഒരാൾ നേരെ ആ തൂണിനെ നേരാക്കി നിന്ന് സുജൂദ് ചെയ്താൽ ശിർക്കാവെന്ന് പറയരുത്. ഹറാമാകുമെന്നും പറയാൻ പറ്റില്ല, ഹറാമ് കൂടിയില്ല. നമ്മൾ മറയാക്കുമ്പോഴുള്ള ഒരു ചിട്ട, പുണ്യം കൂടുതൽ നല്ല ശ്രേഷ്ഠമായ പണിയാണ് ആ തൂണിനെ വലത്തോ ഇടത്തോ ആക്കുക എന്നത്. ഇതുകൂടി പഠിപ്പിച്ചു. ഇങ്ങനെ മാത്രമല്ല, അനേകം കാര്യങ്ങൾ തൗഹീദിന്റെ പൂർത്തീകരണമായി പഠിപ്പിച്ചു. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൗഹീദിന്റെ പൂർത്തീകരണമായി പഠിപ്പിച്ചത് പ്രയോഗത്തിൽ, ചൊല്ലിൽ, ചെയ്തിയിൽ, എന്തിലും. ഉദാഹരണം, അള്ളാന്റെ റസൂലിന്റെ സ്വഹാബാക്കൾ പലപ്പോഴും പറയുമ്പോൾ നമ്മളെ നാടൻ ഭാഷക്കാർ പറയലോ, അള്ളും റസൂലും എത്തിച്ചിട്ട് എൻ്റെ അടുത്ത് കാര്യമല്ല, എടോ ഒരു 1000 ഉറുപ്പ്യ തരുമോ, അള്ളും റസൂലും എത്തിച്ചിട്ട് ഒരു പൈസ എൻ്റെ അടുത്തില്ല എന്ന് നമ്മൾ സാധാരണക്കാർ പറയും. അള്ളും റസൂലും എത്തിച്ചിട്ട് ഇൻഷാ അള്ളാ ഞാൻ മറ്റന്നാൾ തരാം, അള്ളും റസൂലും എത്തിച്ചാൽ എന്ന് പറയും. ഇതിൻ്റെ അറബ് വാക്യമാണ് ഇൻഷാ അള്ളാഹു റസൂലു.
അള്ളാഹും റസൂലും എത്തിച്ചാൽ, അള്ളാഹും റസൂലും ഉദ്ദേശിച്ചാൽ. ഇത് അറബികളും പറയും, വിശ്വാസികളും പറയും, മദീനത്തെ സ്വഹാബാക്കൾ പറയും. മദീനത്ത് നബിയുടെ പ്രബോധന കാലത്തെ അവസാന കാലത്ത് സ്വഹാബത്തിൽ നിന്ന് ഇങ്ങനെ കേട്ടപ്പോ മദീനത്തെ ജൂതന്മാരിൽ നിന്ന് ചിലർ അള്ളാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ വന്നു. മഹദി ഖതീല റളിയല്ലാഹു അൻഹ, അവരെ തൊട്ട് ഇബ്നു സഅദ് നിവേദനം ചെയ്യുന്ന റിപ്പോർട്ട് കേൾക്കാം. ജാഅ ഹിബ്റുൻ മിനൽ അഹ്ബാരി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ സമീപത്തേക്ക് ഒരു വലിയ ജൂത പുരോഹിതൻ കടന്നു വന്നു. ആ പുരോഹിതൻ പറഞ്ഞു, ഫഖാല യാ മുഹമ്മദ് നിഅമൽ ഖൗം അൻതും ലൗലാ അന്നകും തുശ്രികൂൻ. നിഅമൽ ഖൗം, നല്ല ജനങ്ങളാണ് നിങ്ങൾ, അൻതും നിങ്ങളാണത്, ലൗലാ അൻതും തുശ്രികൂൻ, നിങ്ങൾ ശിർക്ക് വെക്കുന്നവരായില്ലെങ്കിൽ, നിങ്ങൾ മുശ്രിക്കുകളായില്ലെങ്കിൽ നിങ്ങൾ നല്ല മനുഷ്യന്മാരാണ്. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, കൈഫ, എന്തേ ഞങ്ങൾ ഈ ശിർക്ക്? അള്ളാഹുവിന്റെ റസൂലിനോടാണ് സംസാരിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം. അള്ളാഹു തആലാന്റെ തൗഹീദ് പഠിപ്പിക്കാൻ വേണ്ടി നിയുക്തരായ അന്ത്യനാൾ വരേക്കുള്ള റസൂൽ, ആ റസൂലിനോട് ജൂത പുരോഹിതന്മാരിൽപ്പെട്ട ഒരു പുരോഹിതൻ വന്നിട്ട് പറയാൻ, നിഅമൽ ഖൗം, നല്ല ജനങ്ങൾ, അന്തും നിങ്ങളാണത്, ലൗലാ തുശ്രികൂൻ, നിങ്ങൾ മുശ്രിക്കുകളായില്ലെങ്കിൽ നിങ്ങൾ നല്ലോല, പക്ഷെ ശിർക്കുണ്ട് നിങ്ങളിൽ. അള്ളാഹുവിന്റെ റസൂൽ ചോദിച്ചു, വകൈഫ്, എന്ത് ശിർക്ക്? ഖാല, അദ്ദേഹം പറഞ്ഞു, യഖൂലു അഹദുക്കും ലാ വൽ കഅബ, നിങ്ങളിൽ ചിലർ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ആണയിട്ട് പറയുമ്പോൾ അങ്ങനെയല്ല, ലാ വൽ കഅബ, കഅബത്തെ തന്നെയാണ് എന്ന് പറയുന്നു. സത്യം ചെയ്ത് പറയുമ്പോൾ ലാ വൽ കഅബ, കഅബത്തെ തന്നെയാണ്. കഅബ എന്ന് പറയുന്നത് മഖ്ലൂഖല്ലേ, സത്യം ചെയ്യാൻ കഅബ എന്ന് പറയുന്നതിനെ പിടിക്കാൻ പറ്റൂലല്ലോ എന്നാണ് ജൂത പുരോഹിതൻ സൂചിപ്പിക്കുന്നത്. ഫഖാൽ, അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇന്നഹു ഖദ് ഖാൽ, അത് പറഞ്ഞു പോകുന്നതല്ലേ. നോക്കി നിങ്ങൾ റസൂലുള്ളാഹിന്റെ പ്രയോഗം, ഇന്നഹു ഖദ് ഖാൽ, അത് പറഞ്ഞു പോകുന്നതല്ലേ. ഫമൻ ഹലഫ ഫല്യഹ്ലിഫ് ബിറബ്ബിൽ കഅബ, അതുകൊണ്ട് മേലാൽ ഒരാൾ സത്യം ചെയ്യുമ്പോൾ കഅബയെ കൊണ്ട് സത്യം ചെയ്യാതെ കഅബയുടെ നാഥനെ പിടിച്ച് സത്യം ചെയ്യട്ടെ. വറബ്ബിൽ കഅബ എന്ന് സംസാരിക്കട്ടെ, വൽ കഅബതി എന്ന് പറയണ്ട. നോക്കി, കഅബയെ പിടിച്ച് സത്യം ചെയ്യുന്നു, ഈ സത്യം ചെയ്യുന്നത് ശിർക്കാണ്, അതുകൊണ്ട് ഈ ശിർക്കില്ലാതെ എങ്കിലും നിങ്ങൾ നല്ല കൂട്ടരാവൂ എന്ന് ജൂത പുരോഹിതൻ പറയുമ്പോൾ അള്ളാന്റെ റസൂല് പറയുന്നു, അത് വാക്യമല്ലേ, ആരോ പറഞ്ഞു പോകുന്നത്. ആരുടെയെങ്കിലും ഒരു പറഞ്ഞു പോകൽ കൊണ്ട് ശിർക്ക് വരികയില്ലെന്ന് പഠിപ്പിക്കുക കൂടിയാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പഠിപ്പിച്ച പാഠമല്ല അത് എന്ന് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുകയുമാണ്. പറഞ്ഞു പോകുന്ന വാചകമല്ലേ. അപ്പൊ അള്ളാന്റെ റസൂല് പറഞ്ഞു, ഇനി മേലാൽ പറയണ്ട, കഅബയെ പിടിച്ച് സത്യം ചെയ്യുക എന്ന്. ഫഖാല യാ മുഹമ്മദ്, അപ്പോൾ അയാൾ വീണ്ടും തുടർന്നു, നിഅമൽ ഖൗം അൻതും, നല്ല ജനങ്ങൾ നിങ്ങൾ തന്നെയാണത്, ലൗലാ അന്നകും തജ്അലൂന ലില്ലാഹി അന്താദാ, അള്ളാഹുവിന് എതിരാളി ദൈവങ്ങളെ ആക്കുന്നല്ലോ നിങ്ങൾ, എതിർ ദൈവങ്ങളെ അള്ളാഹുവിന് സ്ഥാപിക്കുന്നല്ലോ നിങ്ങൾ. ഖാൽ, നബി ചോദിച്ചു, വകൈഫ ദാക്, എന്താ ഞങ്ങൾ എതിർ ദൈവങ്ങളെ ആക്കുന്നു? ഖാല, ആ പുരോഹിതൻ പറഞ്ഞു, യഖൂലു അഹദുക്കും മാഷാ അല്ലാഹു വശിഅത, നിങ്ങളിൽ ചിലർ ഒന്നുകൊണ്ട് റസൂലുള്ളാഹ് അങ്ങയോട് പറയുന്നു, മാഷാ അല്ലാഹ് വശിഅത, അള്ളാഹു എത്തിച്ചിട്ടും നിങ്ങൾ ഉദ്ദേശിച്ചിട്ടും. അല്ലും റസൂൽ ഉദ്ദേശിച്ചാൽ എന്ന് വാചകം, മാഷാ അല്ലാഹ് വശിഅത, നിങ്ങൾ ഉദ്ദേശിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചാലും എന്ന്. അപ്പൊ അള്ളാഹുവിനോടുകൂടെ അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കുന്ന കാര്യം എന്ന് പറയുന്നതിനൊപ്പം റസൂലിനും കൂടി കൂട്ടി ബർക്കത്തിന് പറയുന്നു സ്വഹാബത്ത്. ഈ ബർക്കത്തിന് പറഞ്ഞു റസൂലുള്ളാഹിനെ കൂടി കൂട്ടുമ്പോൾ അള്ളാഹ് ഉദ്ദേശിച്ചാൽ റസൂലുള്ളാഹിയും ഉദ്ദേശിച്ചാൽ എന്ന് പറയുമ്പോൾ ഇത് അള്ളാഹ്ക്ക് നിദ്ദിനെ, എതിരാളി ദൈവത്തെ സ്ഥാപിക്കുകയാണെന്ന് ആ ജൂത പുരോഹിതൻ പറയുന്നത്. ആ ജൂത പുരോഹിതനും നബി തങ്ങൾ മറുപടി നൽകി, ഫഖാല നബിയു ലിൽ ഹിബർ, ഈ പുരോഹിതനോട് നബി തങ്ങൾ പറഞ്ഞു, ഇന്നഹു ഖദ് ഖാൽ, അത് ഞങ്ങളിൽപ്പെട്ട ചിലർ പറഞ്ഞു പോകുന്നതല്ലേ. ഫമൻ ഖാല മിൻകും, അതുകൊണ്ട് എൻ്റെ വിശ്വാസികളെ, നിങ്ങളിൽ ആരെങ്കിലും പറയുമ്പോൾ മാഷാ അല്ലാഹ് സുമ്മ ശിഅത, മാഷാ അല്ലാഹ് സുമ്മ ശിഅത, ഇൻഷാ അല്ലാഹ് സുമ്മ ഷാ അർ റസൂൽ, അള്ളാഹുവിന്റെ റസൂലും അള്ളാഹും ഉദ്ദേശിച്ചാൽ എന്ന് പറയുന്നിടത്ത് മാഷാ അല്ലാഹ് വർ റസൂൽ എന്ന് കൂട്ടാതെ, മാഷാ അല്ലാഹ് വ ഷാ അർ റസൂൽ എന്ന് പറയാതെ, മാഷാ അല്ലാഹ് സുമ്മ എന്നൊരു വാക്യം കൂടി ചേർത്ത് പിന്നെ അള്ളാഹ് ഉദ്ദേശിച്ചാൽ പിന്നെ നബിയും എന്ന് പറയട്ടും. അള്ളാഹ് ഉദ്ദേശിച്ചാൽ പിന്നെ നബിയും. നമ്മളെ മലയാളത്തിൽ അള്ളാഹു എത്തിച്ചിട്ട് പിന്നെ നബിയും എന്ന് പറയണം. ഇങ്ങനെ ഒരാൾ അള്ളാഹും റസൂലും എത്തിച്ചാൽ എന്ന് പറഞ്ഞാൽ ശിർക്കാവോ? തൗഹീദ് തെറിച്ചു പോവോ? ഇല്ല. എങ്കിട്ടും വാക്യത്തിൽ വരുന്ന ചെറിയ ശിർക്കിന്റെ ദ്യോതിപ്പിക്കൽ പോലും, സൂചന പോലും
ലാഞ്ചന പോലും തടയാൻ അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു തആല വഴിയൊരുക്കുകയാണ്. മദീനത്തെ ജൂതന്മാരിൽപ്പെട്ട പുരോഹിതന്മാർ വന്നിട്ട് നബിയുടെ ദീനിനെയും മുസ്ലിമീങ്ങളുടെ വാക്യത്തെയും ആക്ഷേപിക്കുന്നു. ആ പശ്ചാത്തലത്തിൽ സാഹചര്യത്തിൽ നമ്മൾ നോക്കി നിൽക്കുന്ന ഒരുപാട് ആളുകൾ, ശത്രുക്കളുണ്ട്. അവർക്കുകൂടി ബോധ്യപ്പെടുന്ന ഇസ്ലാമാകണമെന്ന് മനസ്സിലാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ, ഒരു വിശ്വാസി മുവഹിദ്, ഓരോരുത്തന്റെ വാക്യത്തിൽ തൗഹീദിന് വിരുദ്ധമായി തോന്നുന്ന കൂട്ടിച്ചേർക്കലിന്റെ വാചകങ്ങൾ മുഴുവൻ ഒഴിവാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ നിർദ്ദേശിക്കുന്നു. ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞതായി, ലാ തഖൂലു മാ ഷാ അല്ലാഹു വ ഷാ ഫുലാൻ ഖൂലു മാ ഷാ അല്ലാഹു സുമ്മ ഷാ ഫുലാൻ. അള്ളാഹുവും റസൂലും കൂട്ടിയിട്ട് മാഷാ അല്ലാഹ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ പറയരുത്, മാഷാ അല്ലാഹ് സുമ്മ ഷാ ഫുലാൻ, അള്ളാഹു ഉദ്ദേശിച്ചിട്ട് പിന്നെ ഇന്നവൻ ഉദ്ദേശിച്ചിട്ട് എന്ന് പറയട്ടെ. നമ്മളും പറയല്ലേ, അള്ളാഹിന്റെ ഔലിയാക്കന്മാരെയും ബർക്കത്തുകൊണ്ട് അള്ളാഹിന്റെ ഔലിയാക്കന്മാരും എത്തിച്ചിട്ട് ഈ വാക്യം അദബുകേടാകുന്നു. ഈ വാക്യത്തെ മാറ്റി ഒരാൾ വിശ്വാസി പറയേണ്ടത് അല്ലാഹു തആലയെ ഉദ്ദേശിച്ചിട്ട്, അല്ലാഹു തആല പ്രവർത്തിച്ചിട്ട് പിന്നെ ഔലിയാക്കന്മാരെ ബർക്കത്തുണ്ട്, പിന്നെ ഔലിയാക്കന്മാരെ ബർക്കത്ത് എന്ന് വേർതിരിച്ചു പറയണം. അള്ളാഹും റസൂലിനെ കൂട്ടി പറയുന്നത് അദബുകേടായ വാക്കാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ വിലക്കുമ്പോൾ തൗഹീദിനെ എത്ര സൂക്ഷ്മമായ രീതിയിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത്. ഈ തൗഹീദ് നമ്മിൽ നിന്ന് ഓർമ്മ തെറ്റിപ്പോകാതിരിക്കാൻ ഒരു മനുഷ്യന്റെ സദാ ജീവിതത്തിൽ എല്ലായിടത്തും തൗഹീദിന്റെ കെലിമ ആദ്യമായി ഒരാൾ ഇസ്ലാമിലേക്ക് കടന്നു വരുമ്പം പറയേണ്ട അതേ രീതിയിൽ തന്നെ പഠിപ്പിക്കുന്നു അല്ലാഹു തആല നമ്മെ കൊണ്ട് ചൊല്ലാൻ. ഏതൊക്കെ സമയം ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എല്ലായിടത്തും നമ്മൾ ഒതുണ്ടാക്കാൻ വേണ്ടി പോകുന്നു, വെള്ളം ഉപയോഗിക്കാൻ തുടങ്ങി, കൈ കഴുകലാണ് ആദ്യത്തെ കർമ്മം ബിസ്മി ചൊല്ലി. ആ ബിസ്മി ചൊല്ലി കൈ കഴുകുന്ന ആദ്യ വേളയിൽ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അൽഹംദുലില്ലാഹില്ലദീ ജഅലൽ മാഅ തഹൂറാ. 3 പ്രാവശ്യം ബിസ്മി ചൊല്ലിക്കഴിഞ്ഞിട്ട് നമ്മെ കൊണ്ട് അല്ലാഹു തആല പറയിക്കുന്നു, അള്ളാന്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഷഹാദത്ത് കലിമ ചൊല്ലണം. ഒതുണ്ടാക്കി കഴിഞ്ഞ് പുറത്തു വന്നു, 2 കൈകളും മേൽപോട്ടിയുയർത്തി, കണ്ണ് മേൽപോട്ടിയുയർത്തിയിട്ട് ദിക്റ് ചൊല്ലാൻ പഠിപ്പിക്കുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു. എന്നിട്ടാ അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതത്വഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ. 3 പ്രാവശ്യം ഷഹാദത്ത് കലിമ ചൊല്ലുന്നു. നിസ്കാരത്തിനിടയിൽ ഷഹാദത്ത് കലിമ എത്ര തവണ ആവർത്തിക്കുന്നു? അത്തഹിയാത്തിൽ സലാം വീട്ടുന്നതിന് മുൻപ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാതെ നിസ്കാരം ശരിയാവുകയില്ലല്ലോ. ആ ഷഹാദത്ത് കലിമയാണ് തശഹുദ്. അതാണ് അത്തഹിയാത്തിന് പേര് പോലും നൽകിയിരിക്കുന്നത്. ഇനി നിസ്കാരം കഴിഞ്ഞിട്ടോ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലിക്കഴിഞ്ഞിട്ട് സുന്നികളുടെ നിസ്കാരാണെങ്കിൽ അവിടെ നടക്കുന്ന ദിക്റും ദുആയും എല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എത്ര തവണ ആവർത്തിക്കുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് യുഹ്യി വയുമീതു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. 10 വട്ടം നിസ്കാരത്തിന്റെ ശേഷം ഇത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. തസ്ബീഹ് 33, ഹംദ് 33, തക്ബീർ 34, വീണ്ടും ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദിന്റെ വചനത്തെ ദിക്റാക്കി നിശ്ചയിച്ചിട്ടുള്ള ഇസ്ലാം, ഈ സമ്പൂർണ്ണ ഇസ്ലാമിന്റെ മക്കളെങ്ങനെ മുവഹിദീങ്ങൾ എന്ന നിലവാരത്തിൽ നിന്ന് പോയി ശിർക്കിലേക്ക് പോകും? ഈ തൗഹീദ് എങ്ങനെ അവന്റെ ഹൃദയത്തിൽ നിന്ന് മാറും? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയത്തിൽ നിന്ന് എങ്ങനെ ഒരു വിശ്വാസി വ്യതിചലിക്കും? നഷ്ടപ്പെടാൻ ഒരു അവസരം വേണ്ടേ ഇത്? അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ അവിടുത്തെ പ്രബോധനത്തിന്റെ ദൗത്യം പരിപൂർണമാക്കി, ഇസ്ലാം ദീൻ സമ്പൂർണമാക്കി എന്ന് അവസാനത്തെ അവിടുത്തെ ഹജ്ജ് കർമ്മത്തിൽ അല്ലാഹു തആല ആയത്തിറക്കിയതിൽ പിന്നെ രോഗിയായി വീട്ടിൽ കിടന്ന് ആ രോഗാവസ്ഥയിൽ നിന്നൊരിക്കൽ അള്ളാഹുവിന്റെ റസൂൽ പള്ളിയിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ അള്ളാഹുവിന്റെ റസൂൽ ഈ ഉമ്മത്തിനെ കുറിച്ച് ആശ പ്രകടിപ്പിച്ചുകൊണ്ട് പ്രതീക്ഷ പുലർത്തിക്കൊണ്ട് കണ്ണടച്ചത് നമ്മൾ സവിസ്തരം മനസ്സിലാക്കണം. അജഅലൽ ആലിഹത ഇലാഹം വാഹിദൻ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ് എന്ന് വീടാന്തം ഇലാഹുകളെ സ്ഥാപിച്ചുകൊണ്ടിരുന്ന 33 കോടി ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഇന്ത്യ രാജ്യത്തെ ബഹുദൈവ വിശ്വാസികളെ കുറിച്ചാണെങ്കിൽ, മക്കയിലെ മുശ്രിക്കീങ്ങളുടെ കാര്യത്തിൽ വീടാന്തം ദൈവങ്ങൾ വെച്ചാൽ കോടാനുകോടി ദൈവങ്ങൾ ഉണ്ടാകും കാലാകാലങ്ങളിൽ.
ആ കോടാനുകോടി ദൈവങ്ങൾക്കിടയിൽ അള്ളാഹു മാത്രമാണ് ഇലാഹ് എന്ന് സ്ഥാപിച്ചിട്ട് ആ സ്ഥാപിക്കപ്പെട്ട തൗഹീദ് ഇനി ഇവിടെ നശിക്കുകയില്ല. എൻ്റെ സമുദായത്തിൽപ്പെട്ട ഇജാബത്തിന്റെ ഉമ്മത്തിൽപ്പെട്ട മുവഹിദുകൾ ശിർക്കിലേക്ക് വഴിമാറുന്ന പ്രശ്നമില്ല എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ അവിടുത്തെ അവസാനത്തെ പ്രസംഗത്തിൽ പറയുന്നു. ഈ അവസാനത്തെ പ്രസംഗത്തെ വിവരിക്കുന്നത് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു തൻ്റെ വീട്ടിൽ നിന്ന് രോഗാഗ്രസ്തനായി കിടക്കുന്ന സമയത്ത് നബി തങ്ങൾ പുറപ്പെടുന്ന വേളയിലാകണം അവസാന വരവ്. ആ വരവ് നബി തങ്ങൾ വന്നിട്ട് 8 വർഷം മുമ്പ് മരണപ്പെട്ടു പോയ ഷഹീദായ ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ശുഹദാക്കൾക്ക് വേണ്ടി നബി തങ്ങൾ പ്രാർത്ഥിച്ചു. സ്വലാത്തുഹു അലൽ മയ്യിത്ത്, സാധാരണ മയ്യിത്തുകൾക്ക് ദുആ ചെയ്യുന്ന പോലെ അല്ലാഹുവിൻ്റെ റസൂൽ ദുആ ചെയ്തു. ഈ ദുആ 8 കൊല്ലം കഴിഞ്ഞിട്ട് നടത്തുമ്പോൾ അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഈ ദുആ കഅന്നഹു മുവദ്ദിഉൻ ലിൽ അഹ്യാഇ വൽ അംവാത്, ജീവിച്ചിരിക്കുന്ന ഞങ്ങളോടും മരണപ്പെട്ടു പോയ അവിടുത്തെ സഹാബാക്കളോടുമൊക്കെ വിട പറയുന്നത് പോലെ വളരെ പ്രയാസത്തോടുകൂടെ മരണപ്പെട്ട 70 ആളുകൾ ഷഹീദായി മദീനത്ത് കടക്കുന്നവരാണ്. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ. ഉഹദ് മദീനത്തല്ലേ? ആ മദീനത്ത് കടക്കുന്നതായ അല്ലാഹു തആലാന്റെ അടിയങ്ങൾ റസൂലുള്ളാഹിന്റെ സ്വഹാബത്ത് ബഖീയിൽ പോയി നബി തങ്ങൾ സിയാറത്ത് ചെയ്തു. മൂമിനീങ്ങൾ, ആ മൂമിനീങ്ങളായ ബഖീയിലെ വിശ്വാസികളോട് ദുആ ചെയ്ത് അവർക്ക് വേണ്ടി ദുആ ചെയ്ത് വിട പറഞ്ഞ് സ്വഹാബാക്കളിൽപ്പെട്ട കൊല്ലപ്പെട്ട ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർക്ക് ദുആ ചെയ്ത് പിന്നീട് മിമ്പറിൽ കയറിയിട്ട് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നു, ഇന്നി ഫറതുൽ ലക്കും, ഞാൻ നിങ്ങൾക്ക് മുൻപേ കടന്നു പോകുന്നു. ആഖിറം നിങ്ങൾക്കൊരുക്കാൻ വേണ്ടി പോകുന്നു. മുന്നേ പോകുന്നവൻ, നിങ്ങൾക്കൊരുക്കാൻ വേണ്ടി പോകുന്നവനാണ് ഞാൻ. വഅന ശഹീദുൻ അലൈക്കും, നിങ്ങൾക്ക് വേണ്ടി സാക്ഷി നിൽക്കും ഞാൻ നാളെ. വഇന്നി വല്ലാഹി ല അൻദുറു ഇലാ ഹൗദി അൽആൻ, അന്നെനിക്കുള്ള എൻ്റെ ഹൗദുൽ കൗസർ എന്ന ആ ജലസംഭരണി ഞാനിപ്പോൾ എന്നെ കണ്ണുകൊണ്ട് കാണുന്നു, അല്ലാഹുവിനെയാണ്. വഇന്നി ഉഅതീതു മഫാത്തിഹ ഖസാഇനിൽ അർദ്, ഭൂമിയുടെ നിക്ഷേപത്തിന്റെ മുഴുവൻ താക്കോലുകൾ എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ഔ ഖാല മഫാത്തിഹൽ അർദ്, ഭൂമിയുടെ താക്കോലുകൾ മുഴുവൻ എനിക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്നു. വഇന്നി വല്ലാഹി മാ അഖാഫു അലൈക്കും അൻ തുശ്രികൂ ബഅദീ, ഞാൻ അല്ലാഹുവാണ്, നിങ്ങൾ ഈ സമുദായത്തിന്റെ മേൽ ഞാൻ ഭയപ്പെടുന്നില്ല, ആശങ്കപ്പെടുന്നില്ല. അൻ തുശ്രികൂ, നിങ്ങൾ ശിർക്കിലകപ്പെടുമെന്ന്, ബഅദീ, ഞാൻ വേർപ്പെട്ട ശേഷം നിങ്ങൾ ശിർക്കിലകപ്പെടും ഈ സമുദായം എന്ന് ഞാൻ ഭയപ്പെടുന്നില്ല. വലാകിൻ അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ, ഈ ദുന്യാവിൽ കിടന്ന് മറിഞ്ഞ് ഇതിൻ്റെ പേരിൽ പത്രാസ് പറഞ്ഞ് ഇതിനു വേണ്ടി മത്സരിച്ചുകൊണ്ട് മുഴുകുന്നത് മാത്രമാണ് നിങ്ങളെക്കുറിച്ച് ഞാൻ ആശങ്കപ്പെടുന്ന ആശങ്ക. ദുന്യാവിൽ ചതിപ്പെട്ട് ദുന്യാവിന് വേണ്ടി കുത്തും കൊലയും നടത്തി ദുന്യാവിൽ ജീവിക്കാൻ വേണ്ടി തോന്നിയാത്തസിലകപ്പെട്ടുകൊണ്ട് അവക്കനുസരിച്ച് ജീവിക്കുന്നതാണ് ഞാൻ എൻ്റെ സമുദായത്തിൻ്റെ മേൽ ഭയപ്പെടുന്ന പ്രശ്നമുള്ളൂ. ശിർക്കിൽ നിങ്ങളകപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നേ ഇല്ല എന്ന്. ഈ സമുദായത്തെപ്പതി ഒരു ശിർക്കും വരികയില്ല ഈ സമുദായത്തിൽ എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ. മൊത്തം ഒരാൾ വിടൂലെന്നല്ല, ഏതെങ്കിലും ഒരാൾ മുർത്തദ്ദാവൂല എന്നതിന് അർത്ഥമല്ല. ഈ സമുദായം എന്ന പേരിൽ പറയപ്പെടാൻ പറ്റുന്ന മുഖ്യധാര ഇത് ശിർക്കിലകപ്പെടുന്ന പ്രശ്നമില്ല. അവരാണ് തൗഹീദിന്റെ ജീവിക്കുന്ന അടയാളങ്ങൾ, അവരാണ് തൗഹീദിന്റെ ജീവിക്കുന്ന താരങ്ങൾ, അവരാണ് തൗഹീദിന്റെ ജീവിക്കുന്ന മാതൃകകൾ. ഞാനിവിടെ സൃഷ്ടിച്ചു വെച്ച ഈ മാതൃകകൾ, ആ മാതൃകകളനുസരിച്ച് അന്ത്യനാൾ വരെ നിലകൊള്ളുന്ന എൻ്റെ സമുദായം എന്ന മാതൃകാ സമുദായം, അവരിൽ നിന്ന് ശിർക്കുണ്ടാകില്ല. ഞാൻ തീർത്തും സംതൃപ്തനാണ്, ഞാൻ തീർത്തും സംതൃപ്തനാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കാൻ പോവുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ സാക്ഷി നിൽക്കും എന്നൊക്കെ റസൂലുള്ള ഒറ്റ പ്രസംഗത്തിൽ പറഞ്ഞിട്ട് ആ പ്രസംഗത്തെക്കുറിച്ച് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന ഉഖബത്ത് ഇബ്നു ആമിർ പറയുന്നു, ഫകാന ആഖിറ നളറത്തിൻ നളർതുഹാ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ തിരുമേനിയെ കാണുന്ന അവസാനത്തെ കാഴ്ചയാണത്. നബിയുടെ പരിചാരകനാണ് ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ഞാൻ അവസാനത്തെ കാഴ്ച കണ്ടതാണ് ആ പ്രസംഗത്തിൽ. ആ അവസാനത്തെ പ്രസംഗത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ ഈ സമുദായം ശിർക്കിലകപ്പെടുകയില്ല എന്ന് പറഞ്ഞിട്ട് ഈ സമുദായത്തിൻ്റെ മേൽ ശിർക്ക് ആരോപിക്കാനാണ് ബിദ്അത്തിന്റെ സംഘങ്ങൾ വരുന്നത്. ആലോചിക്കണം. തൗഹീദിനെ അല്ലാഹുവിൻ്റെ റസൂൽ സൃഷ്ടികർമ്മത്തിൽ നിന്ന് തുടങ്ങി സൃഷ്ടികർമ്മം അല്ലാഹുവിന് മാത്രമുള്ളൂ എന്ന് സ്ഥാപിച്ച്, ഖാലിഖായ അല്ലാഹു മാത്രമാണ് മഅബൂദും ഇലാഹും എന്ന് സ്ഥാപിച്ച്,
ഖാലിഖായ റബ്ബ് മാത്രമാകുന്നു ഇലാഹെന്ന് വിശേഷിപ്പിക്കപ്പെടാൻ പറ്റൂ എന്ന് സ്ഥാപിച്ച് തൗഹീദിനെ സ്ഥാപിച്ച് പരത്തിക്കഴിഞ്ഞ ശേഷം ആ തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന ഒരു സമുദായത്തെ അല്ലാഹുവിൻ്റെ റസൂൽ വളർത്തിക്കൊണ്ടുവന്ന ശേഷം ഈ സമുദായം ഇനി ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നേയില്ല എന്ന് പറഞ്ഞ ശേഷം ഈ സമുദായത്തിൻ്റെ മേൽ ശിർക്കും ആരോപിച്ചുകൊണ്ടാണ് വലിയൊരു ബിദ്അത്തിന്റെ പ്രസ്ഥാനം വന്നത്. മുഅ്തസിലത്ത് എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് മുഴുവൻ ഇസ്ലാമില്ല, തൗഹീദില്ല, ശരീ വിശ്വാസമില്ല എന്ന് വരുത്താൻ അവർക്ക് മാത്രമായി അവർ കണ്ടുപിടിച്ച ചില വിദണ്ഡവാദങ്ങളും വിശ്വാസങ്ങളുമുണ്ട്. അതിനെ 5 തത്വങ്ങളിൽ ഒതുക്കി. ഒന്ന് തൗഹീദ്, മറ്റൊന്ന് അദിൽ നീതി സിദ്ധാന്തം, മറ്റൊന്ന് വഈദ് അല്ലാഹു തആലാന്റെ സുവാർത്തകളും അല്ലാഹു തആലാന്റെ താക്കീതുകളെ സംബന്ധിച്ചുള്ള പാഠങ്ങൾ, മറ്റൊന്ന് അൽ മൻസിലത്തു ബൈനൽ മൻസിലത്തൈൻ ഈമാനും കുഫറും മാത്രമല്ല ഈമാനിൻ്റെയും കുഫറിൻ്റെയും ഇടയിൽ മറ്റൊരു പദവി കൂടി ഉണ്ട് എന്ന ഒന്ന്. ഈ രീതിയിൽ അംറും ബിൽ മഅറൂഫ് എന്ന കടമയുമുണ്ട് എന്ന പേരിൽ 5 തത്വങ്ങൾ സ്ഥാപിച്ചിട്ട് അവർ ഒന്നാമത് സ്ഥാപിക്കുന്നത് നിലവിലുള്ള മുഖ്യധാരാ സമുദായം ശിർക്കിലാണ്. എന്താണ് അവർ പറയുന്ന ശിർക്ക്? ജാഹിൽ മുഅ്തസിലി പണ്ഡിതൻ, അമ്മാ ബഅദ് ഫഖദ് ഇഖ്തലഫ അഹ്ലുസ് സ്വലാ, നിസ്കരിക്കുന്ന ആളുകൾ തന്നെ തർക്കത്തിലാണ് ഫി മാന തൗഹീദി, തൗഹീദിന്റെ അർത്ഥത്തിൽ. വഇൻ കാനൂ ഖദ് അജ്മഉ അല ഇന്തിഹാൽ ഇസ്മിഹി, തൗഹീദിന്റെ പേര് നേടാൻ അവരെല്ലാവരും അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഫലൈസ യകൂനു കുല്ലു മൻ ഇൻതഹല ഇസ്മ തൗഹീദി മുവഹിദൻ, തൗഹീദിന്റെ ഇസ്മ അവകാശപ്പെടുന്നവർ മുഴുക്ക മുവഹിദാവൂലല്ലോ. അതുകൊണ്ട് തൗഹീദിന്റെ കാര്യത്തിൽ തർക്കമുണ്ട്. ഇദാ ജഅലൽ വാഹിദ ദാ അജ്സാഇൻ വശബ്ബഹഹു ബിശൈഇൻ ദി അജ്സാ, വാഹിദായ അല്ലാഹു തആലാനെ വഹദ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വാഹിദാക്കി. അപ്പൊ വഹദഹു അള്ളാഹുവിനെ വാഹിദാക്കി. അള്ളാഹുവിനെ വാഹിദാക്കുക എന്നാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു വാഹിദാണെങ്കിൽ അവനെ കൂടെ വേറെ ഒരു വിശേഷണവും മറ്റാർക്കും കൊടുക്കാൻ പാടില്ല. അവനെ വിശേഷിപ്പിക്കുന്നത് കൊണ്ട് വേറെ ആരെയും വിശേഷിപ്പിക്കാൻ പാടില്ല. മറ്റാരെങ്കിലും വിശേഷിപ്പിക്കുന്ന വാചകം അള്ളാഹുവിൻ്റെ പേരിൽ അതേ അർത്ഥത്തിൽ വിശേഷിപ്പിക്കാനും പാടില്ല. ഉദാഹരണങ്ങൾ നോക്കി. സമീഉം ബസീർ, കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും എന്നാണ് ലോകത്തെ എല്ലാവരും ഇതിന് മനസ്സിലാക്കുന്ന അർത്ഥം. കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും. പക്ഷെ മുഅ്തസിലത്ത് പറയും പറ്റില്ല. കാരണം കേൾവിയും കാഴ്ച നമുക്കില്ലേ? കേൾവിയും കാഴ്ച നമുക്കുള്ളത് കൊണ്ട് സമീഉ ബസീർ, കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും എന്ന അർത്ഥത്തിൽ പറ്റില്ല. അപ്പൊ ഖുർആനിലില്ലേ വകാനല്ലാഹു സമീഅൻ ബസീറ വല്ലാഹു സമീഉൻ ബസീർ ഇന്നല്ലാഹ കാന സമീഅൻ ബസീറ എന്നൊക്കെ ഉണ്ടാവില്ല ഖുർആനിൽ. ഈ സമീഉൻ ബസീറോ അതിനൊക്കെ അർത്ഥം അലീം, അറിവുള്ളവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. കേൾവി ബസറോ എന്ന് പറയേണ്ട, അറിവുള്ളവൻ. ഇങ്ങനെ ഒരു വിശേഷണവും പറ്റില്ല. അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ തന്നെ സിഫാത്ത് എന്ന പേരിൽ നമ്മൾ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കൂല. എങ്ങനെ വിശ്വസിക്കാം? അള്ളാഹുവിന് ഇൽമുണ്ട്, അള്ളാഹുവിന് ഖുദ്റത്തുണ്ട്, അള്ളാഹുവിന് ഇറാദത്തുണ്ട്, അള്ളാഹുവിന് സമ്മുണ്ട്, അള്ളാഹുവിന് ബസറുണ്ട് എന്ന് നമ്മൾ പറയുന്ന ഈ സിഫത്തുകളെല്ലാം സിഫത്തുകളായി അവർ വിശ്വസിക്കൂല. കാരണം സിഫത്തുകളാണെന്ന് വിശ്വസിച്ചാൽ അള്ളാഹു ഖദീം എന്ന് പറയും പോലെ അള്ളാഹുവിൻ്റെ ഈ സിഫത്തുകളും ഖദീം എന്ന് പറയേണ്ടി വരും. അതുകൊണ്ട് ഖദീം എന്ന് വിശേഷിപ്പിക്കാൻ അള്ളാഹുവിനെ മാത്രമേ പറ്റൂ. അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്ന അതേ അർത്ഥത്തിൽ വേറെ ഒരു പടപ്പിനെയും വിശേഷിപ്പിക്കാൻ പാടില്ല. ശിർക്ക് വരും, തൗഹീദ് തകർന്നു പോകും എന്ന്. എന്നിട്ട് പുതിയൊരു രീതിയിൽ അവർ അർത്ഥം കൽപ്പിക്കാൻ അൽ ഇൽമു ബി അന്നല്ലാഹ തആല വാഹിദുൻ ലാ യുശാരികുഹു ഗൈറുഹു ഫീമാ യസ്തഹിഖു മിനസ് സിഫാതി നഫ്യൻ വ ഇസ്ബാതൻ അലൽ ഹദ്ദ് അല്ലദീ യസ്തഹിഖുഹു വൽ ഇഖ്റാറു ബിഹി. അല്ലാഹു ഏകനാണ് എന്ന് അറിയണം. എങ്ങനെ അറിയണം? ലാ യുശാരികുഹു ഗൈറുഹു, അല്ലാഹുവിനോട് കൂടെ ഒരാളും കൂറാകൂല, ഷെയറാകൂല. ഫീമാ യസ്തഹിഖു മിനസ് സിഫാതി നഫ്യൻ വ ഇസ്ബാത, അല്ലാഹുവിന് ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്ന സിഫത്തുകളിൽ അലൽ ഹദ്ദില്ലദീ യസ്തഹിഖുഹു, അള്ളാഹു അവകാശപ്പെടുന്ന ആ രീതിയിൽ ആരും കൂറാവുകയില്ല. ഈ വിധത്തിൽ അള്ളാഹു ഏകനാണെന്ന് പറയണം. അതായത് കേൾവിയുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കേൾവിയുണ്ട് എന്ന് പറയുന്നുണ്ടല്ലോ, ഈ വിധത്തിൽ അള്ളാഹു പറയാൻ പാടില്ല. ബസീർ എന്ന് പറയുമ്പോൾ ബസർ നമ്മക്കുണ്ടല്ലോ, ഈ വിധത്തിൽ അള്ളാഹു പറയാൻ പാടില്ല. ഈ യഥാർത്ഥ പോയിന്റിൽ ആർക്കും തർക്കമല്ല. നമ്മളെ ബസർ കണ്ണുകൊണ്ടാണ്, നമ്മളെ കേൾവി കാതിലാണ്. ഈ കാതും അതുപോലെ കണ്ണുകൊണ്ടുണ്ടാവുന്ന നമ്മളെ കേൾവിയല്ല അള്ളാഹിന്റെ കേൾവി, അത് നമ്മളും പറയും. പക്ഷേ അങ്ങനെ വിശേഷിപ്പിച്ചാൽ പോലും ശിർക്കാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് തൗഹീദിന്റെ തത്വം മുഅ്തസിലത്ത് സ്ഥാപിച്ചത്.
ഇങ്ങനെ മുസ്ലിം ഉമ്മത്തിനെ ശിർക്ക് ആരോപിച്ചുകൊണ്ട് തൗഹീദിന് പുതിയ രേഖകളും നിർവചനങ്ങളും ചമച്ചപ്പോൾ അവർക്കെതിരെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് ഇനി ആരും തൗഹീദിൽ നിന്ന് അകലാൻ ഒരു വിധത്തിലും ചാൻസ് ഇല്ലാത്ത വിധം തൗഹീദിനെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അഹ്ലുസുന്നത്ത് പറഞ്ഞത് അള്ളാഹുവിനോട് ശബഹ് സ്ഥാപിക്കുന്ന തരത്തിൽ തശ്ബീഹാക്കുകയോ, അതായത് അള്ളാഹുവും പടപ്പുകളും തമ്മിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ഗുണത്തിലോ ദാത്തിലോ ശബഹുണ്ടെന്ന് സ്ഥാപിക്കാൻ പാടില്ല. അള്ളാഹുവിൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ ഗുണങ്ങളിലും അവൻ്റെ ദാത്തിലും അവൻ ഏകനാണ്. എന്നാൽ അള്ളാഹുവിന് ഗുണങ്ങളില്ലാതെ നിർഗുണനാണ് അള്ളാഹു തആല എന്നും പറയാൻ പാടില്ല. ഇതാണ് തഅ്തീൽ. നിർഗുണൻ, അള്ളാഹു തആല ഗുണങ്ങളില്ലാത്ത ദാത്ത് മാത്രമാകുന്നു. ഈ നിർഗുണൻ എന്ന് സ്ഥാപിക്കാനും പാടില്ല. ഗുണങ്ങളുള്ള അള്ളാഹു പറഞ്ഞ ഗുണങ്ങളെല്ലാം സ്ഥാപിക്കുകയും ആ ഗുണങ്ങളിൽ മറ്റൊരാളെയും ശബഹുള്ളതായി സ്ഥാപിക്കാതിരിക്കുകയും ചെയ്താൽ ഇതാണ് തൗഹീദ് എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിശ്വസിക്കുന്ന മൂമിനീങ്ങൾ ഈ തൗഹീദിൽ നിന്ന് എങ്ങനെ പോകാനാണ്? നമ്മൾ തൗഹീദിൽ നിന്ന് നമ്മൾ ഒരിക്കലും പോകാൻ വഴിയില്ല. അതുകൊണ്ട് തന്നെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ സമർത്ഥനത്തിന്റെ മുന്നിൽ മുഅ്തസിലത്ത് എന്ന കള്ളപ്രസ്ഥാനം കൊണ്ടുവന്ന ബിദ്അത്തിന്റെ മുനകളെല്ലാം ഒടിഞ്ഞ് മുഅ്തസിലത്ത് എന്ന പേരിൽ ഒരു സംഘം പോലും ലോകത്തില്ലാത്ത വിധം ചരിത്രത്തിന്റെ ശ്മശാന ഭൂമിയിൽ നമ്മുടെ അഹ്ലുസുന്നത്തിന്റെ ഇമാമുകൾ അവരെ കുഴിച്ചു മൂടി. പിന്നെ മുഅ്തസിലത്ത് എന്ന ഒരു സംഘം ഉയർത്തെഴുന്നേറ്റിട്ടില്ല. വർഷങ്ങൾ കഴിഞ്ഞു. ആ വർഷങ്ങൾ നൂറ്റാണ്ടുകളായി മാറി. നൂറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷം അതാ ഹിജ്റയുടെ 8-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ മുസ്ലിം ഉമ്മത്തിന്റെ തൗഹീദിനെതിരെ ഖഡ്ഗവും ഉന്നയിച്ചിട്ട് നമ്മളൊക്കെ മുവഹിദീങ്ങളല്ല, അതുകൊണ്ട് മുവഹിദീങ്ങൾ തൗഹീദിന് വേണ്ടിയിട്ട് മുവഹിദീങ്ങളാക്കാൻ വേണ്ടി നടത്തുന്ന വാൾ നിങ്ങൾക്ക് നേരെയും ഉയർത്തും എന്ന പേരിൽ ഇസ്ലാമിന്റെ വാൾ മുവഹിദുകൾക്ക് നേരെ ഉയർത്തിക്കൊണ്ട് ഒരാൾ കടന്നു വരുന്നു. ഇബ്നു തീമിയ്യത്തുൽ ഹറാനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഡമാസ്കസുകാരനായ ഒരു പണ്ഡിതനായിരുന്നു അദ്ദേഹം കണ്ടെത്തിയത് ഹിജ്റ 8-ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹത്തിന്റെ ഈ വാദം. അദ്ദേഹം മുസ്ലിം ഉമ്മത്തിന് ശിർക്കാരോപിച്ച് എന്തിന്റെ പേരിലാണ്? അദ്ദേഹം പ്രധാനമായും ഖബറുകൾ പോയിട്ട് ഖബറാളികളോട് വല്ലതും സംസാരിച്ചാൽ സംബോധന ചെയ്താൽ, മരണപ്പെട്ടു പോയവരെ വിളിച്ചാൽ, മരണപ്പെട്ടവരോട് എന്തെങ്കിലും അപേക്ഷിച്ചാൽ, മരണപ്പെട്ടവരെ എന്തെങ്കിലും പേര് ചൊല്ലി വിളിച്ചാൽ, ഖബറുകൾ സിയാറത്ത് ചെയ്തിട്ട് അവരോട് സിയാറത്തിന്റെ വേളയിൽ സംഭാഷണ രീതിയിൽ വല്ലതും സംസാരിച്ചാൽ ഇതൊക്കെ ശിർക്കാണ്. അതുകൊണ്ട് ഈ ഉമ്മത്തിൽ മുഴുവൻ ശിർക്ക് ശിർക്ക് വ്യാപകമായിരിക്കുകയാണ്. ശിർക്കിന്റെ കേദാരമായി മാറിയിരിക്കുന്നു ഉമ്മത്ത്. ഈ ശിർക്കിനെ ഉച്ചാരണം ചെയ്യണം എന്നും പറഞ്ഞാണ് അദ്ദേഹം കടന്നു വന്നത്. അദ്ദേഹം കുറെ പേരുവിട്ടു. തവസ്സുൽ, ഇസ്തിഗാസ എന്നിങ്ങനെ കുറെ പേരുകൾ നൽകിയിട്ട് നമ്മുടെ തവസ്സുലിനെ, അതായത് അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മുടെ കർമ്മങ്ങളെയോ സദ്വൃത്തരെയോ നല്ലവരെയോ ആസാറുകളെയോ ഒക്കെ വെച്ചിട്ട് നടത്തുന്ന മധ്യസ്ഥ പ്രാർത്ഥന എന്ന ഇടപാടുണ്ട്. ഈ മധ്യസ്ഥ പ്രാർത്ഥനയെ വ്യക്തികളുമായി ബന്ധപ്പെടുത്തിയിട്ട് ചെയ്താൽ അനുചിതമാണ്, ശരീഅത്തിൽ നിഷിദ്ധമാണ്, കുറ്റമാണ്, തൗഹീദിൽ നിന്ന് തെറിക്കാൻ ഇടവരും. നേരെ മറിച്ച് അല്ലാഹുവല്ലാത്ത മരണപ്പെട്ട വല്ലവരെയും വിളിച്ചാൽ, ഖബറിങ്കൽ നിന്നാവട്ടെ ദൂരെ നിന്നാവട്ടെ, വിളിച്ചാൽ തന്നെ ശിർക്ക് വരും. അതിന് ഇസ്തിഗാസ എന്നാ പേര്. ആ ഇസ്തിഗാസക്ക് ദുആ എന്നാ പറയുക. അള്ളാഹുവിനോട് ഇസ്തിഗാസ നടത്തുന്ന പോലെ, അള്ളാഹുവിനോട് ദുആ നടത്തുന്ന പോലെ സൃഷ്ടികളോട് ദുആ നടത്തിയാൽ അള്ളാഹുവല്ലാത്തവർക്കുള്ള ഇബാദത്തായി, അതുകൊണ്ട് ശിർക്കായി എന്ന വാദവുമായി ഇബ്നു തീമിയ എന്നൊരു മനുഷ്യൻ വന്നു. പക്ഷെ നമ്മളെ വഹാബികളെ മാതിരല്ലായിരുന്നു കേട്ടോ. മരിച്ചവർക്ക് കേൾവിയുണ്ടെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, മരിച്ചവർ അറിയുമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്, മരിച്ചവർക്ക് സിദ്ധികളും കറാമത്തുകളും ഉണ്ടാകാമെന്ന് അദ്ദേഹത്തിന് വിശ്വാസമുണ്ട്. ഈ രീതിയിലുള്ള എല്ലാ വിശ്വാസങ്ങളും ഉള്ളതോടുകൂടെ തന്നെ മരണപ്പെട്ടു പോയവരെ വിളിക്കാൻ പാടില്ല, മരണപ്പെട്ടവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇസ്തിഗാസ എന്ന പേരിൽ നടത്തുന്നതൊക്കെ പ്രാർത്ഥനയാകുന്നു എന്ന പോയിന്റിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് അയാളുടെ ശിർക്കാരോപണം. ഈ ശിർക്കാരോപണത്തിൽ അദ്ദേഹം ഗ്രന്ഥങ്ങൾ രചിച്ചപ്പോൾ സമകാലിക പണ്ഡിതന്മാർ അതിനെതിരെ ശരിക്കും ഉജ്ജ്വലരായി മുന്നോട്ട് വന്നു. അവരിൽ പ്രമുഖനാണ് തഖിയുദ്ദീൻ സുബിക്കി റളിയല്ലാഹു അൻഹു തങ്ങൾ. ഇമാം നവവിക്ക് ശേഷം ശാഫിഈ മദ്ഹബിൽ നവവി റളിയല്ലാഹു അൻഹു തങ്ങളിരുന്ന മദ്രസയുടെ അധിപസ്ഥാനത്ത് ദാറുൽ ഹദീസിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ദീനിനെ സേവിച്ച ഒരു മഹാനായ പണ്ഡിതനാണ്.
മഹാൻ തഖിയുദ്ദീൻ സുബുക്കി റളിയല്ലാഹു അൻഹു. ആ സുബുക്കി ഇമാം അദ്ദേഹത്തിനെതിരെ ഗ്രന്ഥങ്ങൾ രചിച്ചു. അദ്ദേഹത്തെ പോലുള്ള മഹാന്മാരുടെ ഇടപെടലുകൾ മൂലം ഇബ്നു തൈമിയയുടെ ശബ്ദം തന്നെ നേർത്തുപോയി. നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ടായിരുന്ന ഇബ്നു തൈമിയക്ക് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരിൽ നിന്ന് ഇബ്നുൽ ഖയ്യിം എന്ന പേരിലുള്ള ഒരു മനുഷ്യനെയല്ലാതെ മറ്റൊരാളെയും തൻ്റെ വാദത്തിന് കൂട്ടായി കിട്ടിയില്ല, അറിയപ്പെടുന്നവരായി. ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പരമാർത്ഥമാണ്. ഇബ്നു തൈമിയത്തുൽ ഹർറാനി എന്ന ആൾക്ക് നൂറുകണക്കിന് ശിഷ്യന്മാരുണ്ട്. ആ നൂറുകണക്കിന് ശിഷ്യന്മാരിൽ അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരും പിരിശക്കാരും കത്തയക്കുന്നവരും ഫത്വ ചോദിക്കുന്നവരുമായ ആളുകളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിൽ നിന്ന് മാത്രം പഠിച്ചിട്ട് അദ്ദേഹത്തെ ശൈഖുൽ ഇസ്ലാം എന്ന് വാഴ്ത്തുന്നവരിൽപ്പെട്ട എത്രയോ നല്ല ശിഷ്യന്മാരെയും ശിർക്ക് വാദത്തിനും തൗഹീദ് വിരുദ്ധവാദത്തിനും ശിർക്കിൽപ്പെട്ടിരിക്കുന്നു എന്ന ആരോപണത്തിനും കൂട്ടി നിൽക്കാൻ ആരും തയ്യാറായില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഇഷ്ട ശിഷ്യനും അദ്ദേഹത്തെ വളരെ പുകഴ്ത്തുന്ന ആളുമാണ് അല്ലാമ ഇബ്നു കസീർ റഹ്മഹുല്ലാഹ്. അല്ലാമ ഇബ്നു കസീർ എന്നവർ ഖുർആനിന്റെ വ്യാഖ്യാനത്തിൽ വിശുദ്ധ ഖുർആനിന് തഫ്സീർ എഴുതുമ്പോൾ നോക്കൂ നിങ്ങൾ, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്തിന് മഹാനായ അല്ലാമ ഇബ്നു കസീർ എന്നവർ തഫ്സീർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്ത് അദ്ദേഹം വിവരിക്കുകയാണ്. അള്ളാഹിന്റെ ഖുർആനെ അള്ളാഹു തഫ്സീർ ചെയ്യുന്നു. അദ്ദേഹം യുർഷിദു തആല, അള്ളാഹു ഇവിടെ ആഹ്വാനം ചെയ്യുന്നു അൽ ഉസാത്ത വൽ മുദ്നിബീൻ, എല്ലാ പാപികളോടും തെറ്റുകുറ്റങ്ങൾ പ്രവർത്തിച്ച മുഴുവൻ ആളുകളോടും അള്ളാഹു തആല ആഹ്വാനം ചെയ്യുന്നു. ഇദാ വഖഅ മിൻഹുൽ ഖതഉ വൽ ഇസ്യാൻ, തെറ്റുകളും കുറ്റങ്ങളും അവരിൽ നിന്ന് സംഭവിച്ചു പോയാൽ അയ്യതു ഇലർ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിങ്കലേക്ക് അവർ ചെല്ലണം. വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, നബിയുടെ സമീപത്ത് വെച്ചുകൊണ്ട് അള്ളാഹുവിനോട് അവർ പൊറുക്കലിനെ തേടണം. വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, തങ്ങളുടെ തെറ്റുകുറ്റങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് ആവലാതിപ്പെട്ടുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് അവർക്ക് വേണ്ടി മാപ്പിരക്കാൻ അവർ അപേക്ഷിക്കണം. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, ഇക്കാര്യങ്ങൾ അത്രയും അവർ ചെയ്താൽ താബല്ലാഹു അലൈഹിം വറഹിമഹും വഗഫറ ലഹും, അല്ലാഹു അവരുടെ തൗബ സ്വീകരിക്കും, അവർക്ക് മാപ്പാക്കും, അവരോട് കരുണ കാണിക്കും. വലിഹാദാ ഖാൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ, ഈ കാര്യങ്ങൾ കണിശമായി പുലർത്തിയവർ എന്താ പറഞ്ഞേ? തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളുകൾ ആദ്യമായി അള്ളാഹുവിൻ്റെ റസൂലിനെ സമീപിക്കുക. അതിന് നേരെ സമീപിക്കണമെങ്കിൽ തിരുഹളറത്തിൽ ചെല്ലണം. ആ തിരുഹളറത്തിൽ ചെന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയണം. തിരുഹളറത്തിൽ ചെല്ലാൻ എല്ലാവർക്കും കഴിയില്ല. അപ്പൊ തിരുഹളറത്തിൽ ചെല്ലാൻ കഴിയാത്തവർ മനസ്സുകൊണ്ട് ആത്മാവുകൊണ്ട് റസൂലിങ്കലേക്ക് ചെല്ലും. യാ സയ്യിദി യാ ഖൈറൻ നബി അൻത ഉമ്മുൻ അം അബൂ എന്നൊക്കെ അള്ളാഹുവിൻ്റെ റസൂലിനെ വാഴ്ത്തിക്കൊണ്ട് മനസ്സ് അള്ളാഹുവിൻ്റെ റസൂലിൽ മുഴുകുമ്പോൾ ഇർതകബതു അലൽ ഖതാ വൈറ ഹസ്രിൻ വഅദദ്, എണ്ണമില്ലാത്ത പാപങ്ങൾ വന്ന പാപിയാണ് നബിയെ ഞാൻ, അതുകൊണ്ട് അവിടെ നിന്ന് എൻ്റെ പാപങ്ങളുടെ കാര്യത്തിൽ ഞാൻ അങ്ങയോട് ആവലാതിപ്പെടുന്നു എന്ന് മനസ്സുകൊണ്ട് അള്ളാഹുവിങ്കിൽ ചെല്ലുന്നു. അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഹളറത്തിൽ ചെല്ലണം. വയസ്തഗ്ഫിറുല്ലാഹ ഇൻദഹു, നബിയുടെ മുമ്പിൽ വെച്ച് അള്ളാഹുവിനോട് മാപ്പിരക്കണം. അപ്പം ആത്മീയമായി അള്ളാഹുവിൻ്റെ റസൂലിന്റെ ഹളറത്തിൽ ചെന്ന് ആ ആത്മീയമായി ചെന്ന അവസ്ഥയിൽ അള്ളാഹുവിനോട് മാപ്പിരക്കുക. വയസ്അലൂഹു അൻ യസ്തഗ്ഫിറ ലഹും, സന്നിധാനത്തിൽ ചെന്നുകൊണ്ട് ആത്മീയമായി ചെന്നുകൊണ്ടോ ശരീരം കൊണ്ട് തന്നെ ചെന്നുകൊണ്ടോ അള്ളാഹുവിൻ്റെ റസൂലിന്റെ തിരുസന്നിധാനത്തോട് അപേക്ഷിക്കണം അവർക്ക് മാപ്പിരക്കാൻ. ഫഇന്നഹും ഇദാ ഫഅലൂ ദാലിക, ഇതവർ ചെയ്താൽ അള്ളാഹിന്റെ റസൂൽ അവർക്ക് മാപ്പിരക്കും. അങ്ങനെ വരുമ്പോൾ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ എന്ന് എക്കാലത്തുള്ള പാപികളോടും എക്കാലത്തുള്ള ദോഷികളോടും അല്ലാഹു തആല ആഹ്വാനം ചെയ്യുന്നു ഈ ആയത്തിലൂടെ എന്ന് വിവരിച്ച ശേഷം ഇതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് മഹാൻ പറയുന്നു, വഖദ് ദകറ ജമാഅത്തും മിൻഹുമുശ് ശൈഖ് അബൂ മൻസൂറിൻ സ്വബ്ബാഗ്, അബൂ നസ്ർ ഇബ്നു സ്വബ്ബാഗ് എന്നാകും. അബൂ നസ്ർ ഇബ്നു സ്വബ്ബാഗ് എന്ന മഹാൻ ഉദ്ധരിച്ചിട്ടുള്ള ഒരു വലിയ സംഭവം, അതുപോലെ പലരും ഉദ്ധരിച്ചിട്ടുള്ള ഒരു വലിയ സംഭവം ഫീ കിതാബിഹി ശാമിൽ അൽ ഹികായത്തുൽ മശ്ഹൂറത അനിൽ അതബി, അതബി എന്ന മഹാനെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഭവം. ആ സംഭവത്തിലുണ്ട്, ഞാൻ അല്ലാഹുവിൻ്റെ റസൂലിന്റെ തിരുഹളറത്തിൽ ഇരിക്കുമ്പോൾ
അള്ളാഹുവിന്റെ റസൂലിന്റെ ഖബറിങ്കലിരിക്കുമ്പോൾ കുന്തു ജാലിസൻ ഇൻദ ഖബറിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ നബിയുടെ ഖബറിങ്കലിരിക്കുകയായിരുന്നു. അന്നേരം ഒരു ഗ്രാമീണനായ ആള് കടന്നു വന്നു. എന്നിട്ട് അദ്ദേഹം റസൂലിന് റസൂലുള്ളാഹ് എന്ന് വിളിച്ചിട്ട് സലാം പറഞ്ഞു. അങ്ങനെ വിളിച്ച ശേഷം നബി തങ്ങളുടെ മുമ്പിൽ അദ്ദേഹം പറഞ്ഞ ചില വാക്യങ്ങൾ, ആ വാക്യങ്ങൾ അള്ളാഹുവിന്റെ റസൂലിനെ പുകഴ്ത്തുന്നതാണ്, അള്ളാഹുവിന്റെ റസൂലിനെ പ്രകീർത്തിക്കുന്നതാണ്. അത്തരം കവിതകളൊക്കെ ചൊല്ലിയിട്ട് ഞാൻ പാപിയാണ്, അള്ളാഹുവിന്റെ റസൂലേ, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനിതാ വന്നിരിക്കുന്നു അങ്ങയോട് അപേക്ഷിക്കാൻ, അങ്ങയുടെ ശഫാഅത്ത് പിടിക്കാൻ. മുസ്തശ്ഫിഅൻ ബിക ഇലാ റബ്ബി, എൻ്റെ റബ്ബിലേക്ക് അങ്ങ് ശുപാർശക്കാരനായി പിടിക്കാൻ ഞാനിതാ അങ്ങയുടെ സമീപത്തെത്തിയിരിക്കുന്നു എൻ്റെ പാപത്തിൻ്റെ കാര്യത്തിൽ. ഈ ആയത്തിൽ പറയുന്നത് അതാണല്ലോ. അതുകൊണ്ട് ഈ വാക്യവുമായി ഞാനിതാ വന്നിരിക്കുന്നു. ഞാൻ പാപിയാണ്, ദോഷിയാണ്, അവിടുന്ന് എനിക്ക് വേണ്ടി പാപമോചനം തേടണം എന്ന് നബിയുടെ മുമ്പിൽ ആവലാതിപ്പെട്ട് സങ്കടങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും യാ അക്റം റസൂലുള്ളാഹി തങ്ങളെ പുകഴ്ത്തുന്ന ചില പദ്യങ്ങൾ ചൊല്ലുകയും ചെയ്ത ശേഷം അദ്ദേഹം അല്ലാഹുവിൻ്റെ റസൂലുമായി സംഭാഷണം നടത്തിയിട്ടിരിക്കുമ്പോൾ ഞാൻ മയങ്ങിപ്പോകുന്നതിനിടയിൽ എനിക്ക് പെട്ടെന്ന് എൻ്റെ കണ്ണങ്ങ് എന്നെ കീഴടക്കി, ഞാനൊന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ പറഞ്ഞു ഇൽഹഖ് യാ അഥബി ഇൽഹഖിൽ അഅറാബിയ, ആ പോകുന്ന ഗ്രാമീണനെ പിന്തുടരൂ, അദ്ദേഹത്തിന് പുറത്തു കൊടുത്തതായി പറയൂ എന്ന് അഥബി എന്ന് വിളിച്ചുകൊണ്ട് എന്നോട് നിർദ്ദേശിച്ചപ്പോ ഞാൻ അദ്ദേഹത്തിന്റെ പിറകെ പോയിട്ട് ഈ ഖബറിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഇങ്ങനെയുള്ള ഒരു നിർദ്ദേശം എനിക്ക് കിട്ടിയതായി അറിയിച്ചു, അയാളുടെ പാപം പൊറുക്കപ്പെട്ടു എന്ന്. ഇത് അഥബിയിൽ നിന്ന് മാത്രമല്ല, മുഹമ്മദ് ഇബ്നു ഹർബിനിൽ ബാഹിലിയിൽ നിന്ന്, അങ്ങനെ പലരിൽ നിന്നും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സംഭവമാണ്. ഈ സംഭവം അഥബിയുടെ കാലത്ത് നടക്കുമ്പോൾ ഹിജറ 200കളിൽ നടക്കുന്ന സംഭവമാണിത്. ഹിജറ 200കളിൽ നടക്കുന്ന സംഭവം ഈ ആയത്തിന്റെ തഫ്സീറായിട്ട് അല്ലാമ ഇബ്നു കസീർ കുറിക്കുമ്പോൾ അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതകാലത്തു മാത്രമല്ല ഈ കൽപ്പന ബാധകമെന്നും, എന്ന് അള്ളാഹുവിന്റെ റസൂലാണോ, എന്ന് പാപികൾ ആ റസൂലിന്റെ ഉമ്മത്താണോ, ആ ഉമ്മത്തിൽപ്പെട്ട ഏതു പാപികളും പാപമോചനത്തിന് അർഹരാകണമെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ എന്ന റസൂലിനെ സമീപിക്കുകയും ഒന്നുകിൽ ശരീരം കൊണ്ട് അല്ലെങ്കിൽ ആത്മാവ് കൊണ്ട് തങ്ങളുടെ ഹളറത്തിൽ ചൊല്ലുകയും തങ്ങളോട് ആവലാതിപ്പെടുകയും തങ്ങളുടെ ശുപാർശ കിട്ടുകയും ചെയ്താൽ പാപം പൊറുക്കപ്പെട്ടവരാകുമെന്ന ആജ്ഞ നമ്മോടൊക്കെയുള്ള ആജ്ഞയാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നത് നബിയുടെ വഫാത്ത് കഴിഞ്ഞ് 100 വർഷത്തിന് ശേഷം 200ാമത്തെ വർഷങ്ങളിൽ നടക്കുന്ന സംഭവമാണിത്. ഇതേ സംഭവം ഇതേ രീതിയിലല്ലെങ്കിലും ഇതേ ആയത്തുദ്ധരിച്ചുകൊണ്ട് ഒരു അഅറാബി വന്ന സംഭവം സയ്യിദുനാ അലി റളിയല്ലാഹു അൻഹു നബി തങ്ങൾ വഫാത്തായി മറമാടി 3 ദിവസം കഴിഞ്ഞ ശേഷം സ്വന്തം ഖബറിങ്കൽ വന്ന് അള്ളാഹുവിന്റെ റസൂലിന്റെ തിരുമുമ്പിൽ വന്നുകൊണ്ട് വരാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ പാപിയാണ്, ദോഷിയാണ്. അള്ളാഹു ഇങ്ങനെ ഖുർആനിൽ പറഞ്ഞിരിക്കുന്നു വലൗ അന്നഹും യളമു അൻഫുസഹും എന്ന്. അങ്ങനെ വന്നതാണ് തങ്ങളുടെ അടുത്ത്, അതുകൊണ്ട് എനിക്ക് പൊറുക്കണമേ എന്നും പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടെ ഖബറിന്മേൽ വീണ് കിടന്നുകൊണ്ട് മാപ്പിരന്നപ്പോൾ ഖബറിന്റെ അകത്ത് നിന്ന് വിളിച്ചു പറയപ്പെട്ടു, അൻഖദ് ഗുഫിറ ലക്, നിനക്ക് പൊറുക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിളിച്ചു പറയപ്പെട്ടുവെന്ന് മഹാനായ ഹാഫിദു സംആനി അലി റളിയല്ലാഹു അൻഹു തങ്ങളെ തൊട്ട് ഉദ്ധരിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ കാണാം. അപ്പൊ നബി വഫാത്തായ നാളിന്റെ 3ാം ദിവസം മുതൽക്ക് 200ാം കൊല്ലത്തിൽ നടക്കുന്ന 200കളിൽ നടക്കുന്ന അഥബിയുടെ സംഭവം, മുഹമ്മദ് ഇബ്നു ഹർബിനിൽ ബാഹിലി പോലുള്ളവർ ദിക്സാക്ഷിയായ സംഭവം, ഇത്തരം സംഭവങ്ങളിലൊക്കെയും വഫാത്തിന് ശേഷം റസൂലുള്ളാഹിനോട് പോയി അന്യായപ്പെട്ട് പ്രയാസപ്പെട്ട് പാപങ്ങളുടെ പേരിൽ അംവലാതി പറയുന്നതാണ്. ഈ ആവലാതി പറയുന്നതിനെ ഇമാം നവവി പറയുന്നു, വമിൻ അഹ്സനി മാ യഖൂൽ, നബിയുടെ സിയാറത്ത് വേളയിൽ ഒരാൾക്ക് പറയാവുന്നതിൽ ഏറ്റവും മുന്തിയ വാക്ക്, ഏറ്റവും പുണ്യമുള്ള വാക്ക് മഹകാഹുൽ മാവർദി, മാവർദി ഇമാം ഉദ്ധരിച്ചിട്ടുള്ള ഒരു വാക്യമാണ്. വൽ ഖാദി അബു ത്വയ്യിബ്, ഖാദി അബു ത്വയ്യിബ് എന്നവരും രണ്ടുപേരും വഫാത്താകുന്നത് ഹിജറ 450-ലാണ്. ഇമാം നവവിയുടെ 200 കൊല്ലം മുൻപ് ജീവിച്ച മാവർദി ഇമാമും ഖാദി അബു ത്വയ്യിബും ഉദ്ധരിച്ചിട്ടുള്ള വാക്യം നബിയുടെ സിയാറത്ത് വേളയിൽ പറയാൻ പറ്റുന്ന ഏറ്റവും മുന്തിയ വാക്യമാണ്. വസായിറു അസ്ഹാബിന, നമ്മുടെ മറ്റെല്ലാ ശാഫിഈ മദ്ഹബിലെ നേതാക്കന്മാരും വക്താക്കളും പറഞ്ഞിട്ടുള്ള ഉദ്ധരിച്ച വാക്യം അനിൽ അഥബി, അഥബി എന്ന മഹാനത്തൊട്ട് ഉദ്ധരിച്ച വാക്യം മുസ്തഹ്സിനീന ലഹു, ആ വാക്യം വളരെ നന്ന് എന്ന് മനസ്സിലാക്കി
മനസ്സിലാക്കി, ആ വാക്യം വളരെ ഉചിതമാണെന്ന് മനസ്സിലാക്കി, ആ വാക്യം വളരെ യോജിപ്പുള്ള വാക്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുദ്ധരിച്ചിട്ടുള്ള ആ വാക്യമാണ് നബിയുടെ സിയാറത്ത് വേളയിൽ ഇസ്തിശ്ഫായി തവസ്സുലായി പറയാൻ പറ്റുന്ന ഏറ്റവും മുന്തിയ വാക്യം എന്ന് പറഞ്ഞുകൊണ്ട് ഇതേ വാക്യം പറഞ്ഞ് ഇതേ കവിത ചൊല്ലിയിട്ട് തങ്ങളോട് മാപ്പപേക്ഷിക്കാനും തങ്ങളോട് പാവലാതി പറയാനും സങ്കടപ്പെടാനും അള്ളാഹുവിനോട് മാപ്പിരക്കാനും പറയൽ സുന്നത്താകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആലാന്റെ മുമ്പിൽ പോയി നേരിട്ട് പറയണമെന്ന് പഠിപ്പിക്കാതെ നബിയുടെ ഹളറത്തിൽ പോയി ആവലാതിപ്പെടാൻ വേണ്ടി പറയൽ സുന്നത്താകുന്നു എന്ന് ആര് പറയുന്നു? ഇമാമുൻ നവവി തന്റെ ശറഹുൽ മുഹദ്ദബ് 8-ാം വാള്യം 274-ാം പേജിൽ മാത്രമല്ല, അദ്കാർ എന്ന തന്റെ ദിക്റുകൾ തെരഞ്ഞെടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന അദ്കാറിൽ 206-ാം പേജിലും മറ്റു പല ഗ്രന്ഥങ്ങളിലും ഇമാം നവവി പറയുന്നു. നമ്മുടെ അസ്ഹാബ് ഒക്കെയും പറയുന്നു ഇമാം നവവിയുടെ കാലം കഴിഞ്ഞ് ഏതാണ്ട് 50 വർഷങ്ങളെങ്കിലും പിന്നിട്ട ശേഷമാകുന്നു ഹിജറ 8-ാം നൂറ്റാണ്ടിൽ ഈ പറയുന്ന ശബ്ദം കേൾക്കുന്നത്. അത്തബിയത്തൊട്ട് ഈ ഉദ്ധരിക്കപ്പെട്ട വാക്യങ്ങൾ പോലുള്ളത് പറഞ്ഞാൽ അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാകുന്നു, ഇസ്തിഗാസയാകുന്നു, പ്രാർത്ഥനയാകുന്നു, ഇബാദത്താകുന്നു, ശിർക്കാകുന്നു. ആരിത് അംഗീകരിക്കും? ഇമാം നവവിക്ക് മുമ്പ് മാവറദി, ഖാദി അബു ത്വയ്യിബ്, നമ്മുടെ ഷാഫി ഇമാമിന്റെ അസ്ഹാബുകളായി എണ്ണപ്പെടുന്ന മദ്ഹബിലെ വക്താക്കളായ മഹാന്മാരൊക്കെയും ഉദ്ധരിച്ചിട്ടുള്ള വാക്യം എന്നു മാത്രമല്ല മറ്റു മദ്ഹബിന്റെ ഇമാമുകളും ഇത് ഉദ്ധരിക്കുന്നുണ്ട്. നമ്മുടെ കിതാബുകളിലൊക്കെ ചൊല്ലാൻ പറഞ്ഞ വാക്യം പറഞ്ഞിട്ട് ഈ ഒരു വാക്യം കൊണ്ട് ഇസ്തിശ്ഫായ നടത്തിയാൽ ശിർക്ക് വരും എന്നതാണ് ഇപ്പോൾ ഇബ്നു തീമിയ എന്ന ആൾ 8-ാം നൂറ്റാണ്ടിൽ ഇറക്കുമതി ചെയ്ത വാദം. ഇത് ശിർക്കല്ല എന്നതിന് ഒറ്റ തെളിവ് മാത്രം ഞാൻ പറയാം. ഒറ്റ തെളിവ്. ഈ തെളിവ് വഹാബികൾ സാധാരണ ഇത് ശിർക്കാണെന്നതിന് ഉദ്ധരിക്കുന്ന തെളിവാണ്. അതുകൊണ്ട് ഞാൻ ആ തെളിവ് പറയുന്നത്, ഇത് ശിർക്കാണെന്നതിന് ഉദ്ധരിക്കുന്ന തെളിവിൽ ഇത് ശിർക്കല്ല, ഇത് തൗഹീദിന്റെ ചിട്ടയാകുന്നു എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കിതാബു തൗഹീദ് എന്ന പേരിൽ ഇദ്ദേഹത്തിൻ്റെ ഇബ്നു തീമിയയുടെ ആശയം കൊണ്ടുവന്ന് അതൊരു ആശയമാക്കി തൗഹീദ് ഒരു പുതിയ പാഠമാക്കി അവതരിപ്പിച്ചയാളാണ് വഹാബിസം എന്ന് ഈ ഇസത്തെ പേര് ചേർത്ത് വിളിക്കുന്നതിന് ഇടയാക്കിയ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന സഊദി മനുഷ്യൻ.